പ്രിയ സഹോദരീ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മൾ 15 പേജുകൾ 2 ക്ലാസ്സിലൂടെ അതിനെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 2 ക്ലാസ്സുകളിൽ വരാത്തവർക്ക് വേണ്ടി ഒരു ആമുഖമായി പറയുകയാണ്. ഇത് സുപ്രീം കോടതി വിധിയെ നമ്മൾ വിമർശിക്കുകയല്ല, അതിനെ മെറിറ്റിനെക്കുറിച്ചും ഡീമെറിറ്റിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് വിധി നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതിൽ ചർച്ചയ്ക്ക് നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജഡ്ജ്മെൻറ്റിൽ നമ്മൾ പറയുന്ന ഭാഗത്തിനകത്ത് നിന്ന് വേണം നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കാൻ. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് പ്രായോഗിക വശമായി പ്രാക്ടിക്കൽ സൈഡിൽ ചെയ്യുന്നത് എന്ന് നമ്മുടെ സംഘടനയ്ക്കകത്ത് തന്നെ ചർച്ച ചെയ്യണം. ഈ കേസിന് ആധാരമായ വിഷയം പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനം 2006 ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ സർക്കുലർ പ്രകാരം പഞ്ചാബിലെ പട്ടികജാതിക്കാരായ വിഭാഗത്തിലെ വാത്മീകി എന്ന് പറയുന്ന വിഭാഗത്തിനും മൊഴസാബി സിഖ് എന്ന് പറയുന്ന വിഭാഗത്തിനും മൊത്തം പട്ടികജാതി സംവരണത്തിൻ്റെ 50% സംവരണം അവിടെ നീക്കിവെക്കുകയുണ്ടായി. മൊത്തം പട്ടികജാതിക്കാർ കേരളത്തിലുള്ളതുപോലെ 53 കൂടുതൽ ജാതികൾ പഞ്ചാബിലുമുണ്ട്. പക്ഷേ അതിലെ 2 ജാതികൾക്ക് വേണ്ടി മാത്രമായി 50% സംവരണത്തിനെ നീക്കിവെക്കുന്ന ഒരു സാഹചര്യം പഞ്ചാബിലുണ്ടാവുകയും അതൊരു സർക്കുലർ പ്രകാരമാണ് നിലവിൽ വന്നത്. സർക്കുലർ പ്രകാരം വന്ന ആ സംവരണത്തിനെ പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടി ഒരു ഹൈക്കോടതിയേ ഉള്ളൂ. അതിൻ്റെ ഡിവിഷൻ ബെഞ്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ 4 ജഡ്ജ്മെൻറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട്, ഇന്ദിര സൊഹാനി കേസടക്കം 4 ജഡ്ജ്മെൻറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സർക്കുലറിനെ റദ്ദ് ചെയ്തപ്പോഴേക്കും അതിനെതിരെ പഞ്ചാബ് ആൻഡ് ഹരിയാന എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെതിരെ പഞ്ചാബ് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്ന SLP ഫയൽ ചെയ്തു. പക്ഷേ ആ SLP അഡ്മിറ്റ് ചെയ്തില്ല. സുപ്രീം കോടതിയിൽ ഒരു പരിപാടിയുണ്ട്, കേസ് ഫയലിൽ നമ്പർ ഇട്ടതിന് ശേഷവും കേസ് ഫയലിൽ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാദം നടത്തും. പരമാവധി 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയാണ് വാദത്തിന് കൊടുക്കുക. ഈ ഒരു വാദം നടത്തുന്നതിന് വേണ്ടിയാണ് ലക്ഷങ്ങൾ വക്കീലന്മാർ വാങ്ങുക. 5 മിനിറ്റാണ് ആകെ കൊടുക്കുക അഡ്മിഷൻ സ്റ്റേജിൽ. ഈ 5 മിനിറ്റ് കൊണ്ട് കേസ് അവതരിപ്പിക്കണം. ഈ 5 മിനിറ്റ് വാദിച്ചപ്പോൾ തന്നെ ആ കേസ് ഡിസ്മിസ് ചെയ്തു പോയി, SLP ഡിസ്മിസ് ചെയ്തു പോയി. അങ്ങനെ SLP ഡിസ്മിസ് ചെയ്ത് 2007 ആ 2007 സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ തന്നെ പഞ്ചാബ് ആൻഡ് ഹരിയാന പഞ്ചാബ് ഗവൺമെൻറ്, ഹൈക്കോടതിയല്ല, പഞ്ചാബ് ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണത്തിൻ്റെ പേര് ദ സ്പെഷ്യൽ റിസർവേഷൻ ഫോർ പഞ്ചാബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് ഫോർ ദ എഡ്യൂക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ് സർവീസ് 2006 എന്നാണ്. അപ്പോൾ നിലവിൽ സുപ്രീം കോടതിയിൽ ഒരു നിയമപ്രശ്നം നിലനിൽക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അങ്ങനെ നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ടോ എന്നത് ഒരു ചോദ്യമായി ഇവിടെ നിലനിൽക്കുകയാണ്. ഇതാണ് കേസിൻ്റെ ഗ്രൗണ്ട്. ഈ നിയമം പഞ്ചാബ് ഗവൺമെൻറ് പാസ്സാക്കിയ 2006 നിയമം പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വീണ്ടും റദ്ദ് ചെയ്തപ്പോൾ ആ റദ്ദ് ചെയ്ത ജഡ്ജ്മെൻറ്റിൻ്റെ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതി 5 അംഗ ബെഞ്ച് പരിഗണിച്ചത്. 5 അംഗ ബെഞ്ച് പരിഗണിച്ചപ്പോൾ അവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവർ കേസ് ഡിസ്മിസ് ചെയ്തില്ല, നിയമം റദ്ദാക്കിയതുമില്ല. എന്നിട്ട് പറഞ്ഞത്, പ്രത്യേകമായ സംവരണം പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും കൊടുക്കണമെങ്കിൽ ഇന്ദിര സൊഹാനി കേസടക്കം, കേരളത്തിൻ്റെ കേസടക്കം, ആന്ധ്രയിലെ കേസടക്കം 4 കേസുകൾ നിലനിൽക്കെ ഈ നിയമം നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ആ 6 ജഡ്ജ്മെൻറ്റുകൾ റദ്ദ് ചെയ്യണമെങ്കിൽ 7 അംഗ ബെഞ്ച് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട്
ഈ ജഡ്ജിമെൻറ്റ് പട്ടികജാതിക്കാർക്കും വർഗക്കാർക്കും ഇടയിൽ പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടെന്നും വീക്കർ സെക്ഷനിൽ വീക്ക് എന്ന് പറഞ്ഞ സെക്ഷനിൽ വീക്കർ സെക്ഷൻ ഉണ്ടെന്നും ആ വീക്കർ സെക്ഷനും വീക്കസ്റ്റ് സെക്ഷനും ഉണ്ടെന്നും ആ വീക്കസ്റ്റിന് വേണ്ടി പ്രത്യേകം നിയമനിർമ്മാണം ആവശ്യമാണെന്നും അത് നിയമനിർമ്മാണം നൽകണമെങ്കിൽ ഈ കോടതിക്ക് അധികാരമില്ലെന്നും അതുകൊണ്ട് 7 ജഡ്ജ് ബെഞ്ച് ഈ കേസ് കേൾക്കണം എന്നുമാണ് ഈ ജഡ്ജിമെൻറ്റിൻ്റെ പ്രധാന കാതൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ അതിനെ ഓരോ പാരഗ്രാഫ് ബൈ പാരഗ്രാഫായിട്ടല്ല, നമ്മൾ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ചർച്ച ചെയ്യുകയാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ഇന്ന് ക്ലാസ്സിൽ 28 പേരാണ് വന്നിട്ടുള്ളത്. 28 പേരും നേതാക്കളാണ്, ആരും അണികളില്ല. ഈ 28 പേര് ഇവിടുന്ന് മനസ്സിലാക്കുന്നതും നിങ്ങൾ ജഡ്ജിമെൻറ്റ് സ്വയം വായിച്ച് മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ മറ്റു വക്കീലന്മാർ പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മൾ 35 ലക്ഷം പേരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം 35 ലക്ഷം പേരാണുള്ളത്. ആ 35 ലക്ഷം പേരെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതിനുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കണ്ടൻറ്റ് പറയാതെ, എനിക്ക് വേണമെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഇത് വായിച്ച് പഠിച്ചൊരു നോട്ട് എഴുതി അരമണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഓരോ വരിയും വായിച്ച് അവതരിപ്പിക്കുന്നത്? ആര് ഏത് ഭാഗത്തുനിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനെ മറുപടി പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നമ്മൾ 78 പേജുള്ള ജഡ്ജിമെൻറ്റ് 78 പേജും ലൈൻ ബൈ ലൈനായി ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഇപ്പം 6 മിനിറ്റ് 7 മിനിറ്റ് ആകുന്നു ആമുഖം പറഞ്ഞപ്പോൾ. നമ്മൾ നേരെ ജഡ്ജിമെൻറ്റ് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ആര് വന്ന് വെയിറ്റ് ചെയ്താലും അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ആരും പരാതി പറയേണ്ടതില്ല. ഓക്കെ, ജയ് ഭീം. അപ്പോൾ പാരഗ്രാഫ് നമ്പർ 12. Mrs. Jyoti Mahendra Lane Council attracted the attention of the court to the various reports and argued that E.V. Chinnaya, scheduled castes and scheduled tribes were taken to a homogeneous group. Then they are in the fact not homogeneous. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി കാണും ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക്. ബഹുഭൂരിപക്ഷം പേരും റിട്ടയർഡ് ഉദ്യോഗസ്ഥരാണ്. അതിനകത്ത് പറയുന്നത് E.V. ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ഇടയിൽ തരംതിരിക്കൽ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് ശരിയല്ല, തരംതിരിക്കൽ ആവശ്യമുണ്ട് എന്നാണ് ആ 4 വരിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി വെക്കണം, ഇപ്പം ചോദിക്കരുത്. 9 ഇപ്പോൾ 8:22 നമ്മൾ കറക്റ്റ് 9:22 ആകുമ്പോഴേക്കും ക്ലാസ് നിർത്തും. അതിനുശേഷം ചോദിക്കാം. ഓക്കെ, അടുത്തായി പറയുന്നത് The Lane Council attracted our attention to the report of Justice M.S. Janardhanan Committee to enquire the special reservation for Arundhadiyas. തമിഴ്നാട്ടിലുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് അരുന്ധതിയാർ. അരുന്ധതിയാർ തമിഴ്നാട്ടിൽ പട്ടികജാതിക്കകത്ത് തന്നെയാണെങ്കിലും ഏറ്റവും കൂടുതൽ പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. ആ അരുന്ധതിയാസിന് വേണ്ടിയുള്ള പ്രത്യേക റിസർവേഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാർദ്ദനൻ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി തമിഴ്നാട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് അവർക്ക് പ്രത്യേക റിസർവേഷൻ എവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? തമിഴ്നാട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചലഞ്ച് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. They were not able to reap the fruits of the reservation as there was upper crust within the scheduled caste and most of the people were reserved for scheduled caste, scheduled tribe. Though Adindes were 16% the scheduled caste population, they managed to obtain reservation to much lower in the extent. അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അരുന്ധതിയാസ് തമിഴ്നാട്ടിൽ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും മൊത്തം ജനസംഖ്യയുടെ 16% ഉണ്ടെങ്കിലും അവർക്ക് ജനസംഖ്യാനുപാതികമായി റിസർവേഷൻ വാങ്ങുന്നതിന് വേണ്ടി, അത് എഡ്യൂക്കേഷനിലും പോസ്റ്റുകളിലും റിസർവേഷൻ വാങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്കും ജനസംഖ്യാനുപാതികമായി സംവരണം ആവശ്യമാണ് എന്ന് തമിഴ്നാട്ടിൽ അരുന്ധതിയാറിന് വേണ്ടി ഒരു കമ്മിറ്റി പഠനം നടത്തുകയും സർക്കാർ അത് അനുവദിക്കുകയും ചെയ്തു എന്നാണ് അവിടെ പറഞ്ഞത്. The figures of representation of Arundhati's community in the state service and education institution have been furnished. അങ്ങനെ പ്രത്യേക റിപ്പോർട്ട് പ്രകാരമാണ് അരുന്ധതിയാർ റിസർവേഷൻ എന്ത് ചെയ്യാൻ പറ്റിയത്? കണക്കാക്കാനും അനുവദിക്കാനും പറ്റിയത്. Our attention was attracted to the report of Justice രാമചന്ദ്ര റാവു കമ്മിറ്റി. അതിനുശേഷം പറയുന്നു
സുപ്രീം കോടതിയുടെ അട്രാക്ഷൻ, ആകർഷണം, ശ്രദ്ധയിലേക്ക് വന്നത് രാമചന്ദ്ര റാവു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. Therein it was observed that relief groups communities was most backward among the scheduled caste. ചില കമ്മ്യൂണിറ്റികൾ, റിലീഫ് കാസ്റ്റ് കമ്മ്യൂണിറ്റികളും ഷെഡ്യൂൾഡ് കാസ്റ്റിൽ വളരെ ബാക്ക്വേർഡായിട്ടുണ്ട് എന്ന് ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ പഠനവും സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ബി എന്ന് പറയുന്ന പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 17ാമത്തെ പേജിലേക്ക് പോവുകയാണ്. The Learned Council also invited our attention to Justice Usha Mehta Committee report on 2008. ജസ്റ്റിസ് ഉഷ മേത്ത എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ 2008 വന്ന റിപ്പോർട്ടും സുപ്രീം കോടതിയുടെ മുന്നിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ്, അതെന്താ കാണിച്ചിരിക്കുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹോമോജീനിയസ് ക്ലാസ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് അതൊരൊറ്റ ക്ലാസ്സിൽ വരുന്നതല്ല, അതൊരു റേസിൽ വരുന്നതല്ല, ഒരു ജാതിയിൽ വരുന്നതല്ല. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ DNA ഒന്നല്ലെന്ന് പോലും നാളെ പറയും, അത് വേറെ കാര്യം. ഇൻഡിക്കേറ്റിംഗ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹോമോജീനിയസ് ക്ലാസ് ഇൻ റിലേഷൻ ടു ദെയർ സോഷ്യൽ, എങ്ങനെയൊക്കെ ഒന്നല്ല, സാമൂഹികപരമായ ഒന്നല്ല, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, വിദ്യാഭ്യാസപരമായ ഒന്നല്ല, ആൻഡ് എക്കണോമിക്കൽ ബാക്ക്വേർഡ് ഇൻ ദി കൺട്രി. ഇന്ത്യ മഹാരാജ്യത്ത് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും സാമൂഹികമായ ഒന്നല്ല, വിദ്യാഭ്യാസപരമായ ഒന്നല്ല, എക്കണോമിക്കൽ ബാക്ക്വേർഡ്, സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ ഒന്നല്ല എന്ന് ആര് സ്ഥാപിക്കുകയാണ്? ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ റിപ്പോർട്ട് സ്ഥാപിക്കുകയാണ്. ഇൻഡിവിജ്വൽ സോഷ്യൽ ഗ്രൂപ്പ് ഇൻഹെറിറ്റ് മോസ്റ്റ് ട്രഡീഷണൽ ഒക്കുപ്പേഷൻസ് ബൈ ഏൻഷ്യൻറ്റ് ഇൻസിഡൻറ്റ് ഓഫ് ദ ബർത്ത് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ജന്മം കൊണ്ട് തന്നെ ചില ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്, ചില പ്രത്യേക ഗ്രൂപ്പുകൾ അതിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തലമുറകളായി സംവരണം കൈകാര്യം ചെയ്യുക, അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ എൻ്റെ സ്വത്ത് കൈവശം വെക്കുന്ന ഇൻഹെറിറ്റൻസിലൂടെയാണ്. അതുപോലെ സംവരണവും ഇൻഹെറിറ്റൻസിലൂടെ ചില തലമുറകൾ കൈവശം വെക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അത് ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ റിപ്പോർട്ടാണെന്ന് ഓർക്കണം. അടുത്തത്, ദ ലേൺ കൗൺസിൽ ഫർദർ ഡ്രൂ അവർ അറ്റൻഷൻ ടു ജസ്റ്റിസ് ലോക്കൂർ കമ്മിറ്റി റിപ്പോർട്ട് ഇൻ 1965. അതേ വക്കീൽ തന്നെ 1965 ജസ്റ്റിസ് ലോക്കൂർ കമ്മിറ്റി റിപ്പോർട്ടും സുപ്രീം കോടതി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ് വാസ് പോയിൻറ്റഡ് ഔട്ട് ദാറ്റ്, അത് പറയുന്നത്, ദ സ്മോളർ ആൻഡ് മോർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഹാവ് ടെൻഡഡ് ടു ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ്. പട്ടികജാതിക്ക് അകത്ത് തന്നെയുള്ള മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ജനാധിപത്യ ക്രമത്തിൽ പോലും മുന്നേക്കം വരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? അവിടെ പറഞ്ഞു വരുന്നത് MP-യും MLA-യും വാർഡ് മെമ്പറും പോലും ആകാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ്. ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പോലും അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. ദോ മോസ്റ്റ് റിസർവിങ് ഓഫ് സ്പെഷ്യൽ എയ്ഡ്, അതുപോലെ മോസ്റ്റായി ബാക്ക്വേർഡ്നെസ് ഉള്ളവർക്ക് പ്രത്യേക എയ്ഡ്, സഹായം ആവശ്യമാണ്. ആ എയ്ഡ് നിയമനിർമ്മാണം വഴി കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. ദ മോസ്റ്റ് ഡിസർവിങ് ഓഫ് സ്പെഷ്യൽ എയ്ഡ്, അവർക്ക് പ്രത്യേകമായ പരിരക്ഷ ആവശ്യമാണ്. ഡിസർവിങ് എന്ന് പറഞ്ഞാൽ അവർ ആവശ്യപ്പെടുന്നു, അവർക്ക് ആവശ്യമുണ്ട് എന്നാണ്. ദ മോസ്റ്റ് ഡിസർവിങ് ഓഫ് സ്പെഷ്യൽ എയ്ഡ്. ഇറ്റ് വാസ് സജസ്റ്റഡ് ഇൻ ദി റിപ്പോർട്ട് ദാറ്റ് ദ മാറ്റേഴ്സ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ് നീഡ്സ് ടു ബി ഫോക്കസ്ഡ് ഓൺ ദ മോർ ബാക്ക്വേർഡ് ആൻഡ് സ്മാളർ ഗ്രൂപ്പ് ഓൺ സെലക്റ്റീവ് ബേസിസ്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് വാസ് സജസ്റ്റഡ് ഇൻ ദ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഇങ്ങനെ നിർദ്ദേശം വെക്കുന്നു, സജസ്റ്റ് ചെയ്യുന്നു. എന്താണ്? ദാറ്റ് ഇൻ ദ മാറ്റർ ഓഫ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ് നീഡ് ടു ബി ഫോക്കസ്ഡ് ടു മോർ ആൻഡ് സ്മോളർ ഗ്രൂപ്പ് ഇൻ ദ സെലക്റ്റീവ് ഗ്രൂപ്പ് ബേസിസ്. പട്ടികജാതിക്ക് അകത്തുള്ള സ്മോൾ ഗ്രൂപ്പ് ആൻഡ് സെലക്റ്റീവ് ഗ്രൂപ്പിന് വേണ്ടി കൂടുതൽ എന്ത് കൊടുക്കണം? ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേക പ്ലാനിങ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സംവരണത്തിലെ പദ്ധതിയായാലും ഫണ്ടാണെങ്കിലും ഉദ്യോഗമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ഇതേപോലെ ചെറിയ ഗ്രൂപ്പുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യണം. ആ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കിക്കോളൂ.
ഇറ്റ് വാസ് സജസ്റ്റഡ് ഇൻ ദ റിപ്പോർട്ട് ദാറ്റ് ദ മാറ്റർ ഓഫ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും വികസനവും, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബെനിഫിറ്റ്സ്, ബെനിഫിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് സർക്കാരാണല്ലോ കൊടുക്കുന്നത്, നമ്മളല്ലല്ലോ കൊടുക്കുന്നത്. ഫോക്കസ്ഡ് ഓൺ ദ മോർ ബാക്ക്വേർഡ് ആൻഡ് സ്മോളർ ഗ്രൂപ്പ് ഓൺ എ സെലക്റ്റീവ് ബേസിസ്, പ്രത്യേക പരിഗണനയോടുകൂടി ആ സ്മോളർ ഗ്രൂപ്പിന് കൊടുക്കേണ്ടതുണ്ട്. അടുത്തെന്തോ പറയുന്നു, ഇ വി ചിന്നയ്യ, ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 341 വാസ് നോട്ട് കറക്റ്റ്ലി അപ്രീഷിയേറ്റഡ് അബൌട്ട് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേണിങ് ദ അലോക്കേഷൻ ആൻഡ് പെർസെൻറ്റ് ഓഫ് റിസർവേഷൻ എമംഗ് ദ കാസ്റ്റ് ബേസ്ഡ് അപ്പോൺ റാഷണൽ ഡിഫറൻഷ്യ ഇഗ്നോർഡ്. അവിടെ പറയുന്നത് ആർട്ടിക്കിൾ 341, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 341. 341 എന്ന് പറഞ്ഞാൽ എന്താണ് ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത? 341 എന്ന് പറഞ്ഞാൽ പട്ടികജാതി ലിസ്റ്റ് പ്രസിഡൻഷ്യൽ ഓർഡർ വഴി പട്ടികജാതി ലിസ്റ്റിനെ കൊണ്ടുവന്നതാണ് 341 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ആ 341 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രത്യേകം പട്ടികജാതിക്കാർക്ക് മൊത്തമായി സംവരണത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്തിനെക്കുറിച്ച് പറയുന്നില്ല? പട്ടികജാതിക്കാരിലെ ഓരോ ജാതിയുടെയും റിസർവേഷനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ പലതവണ വായിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സുകൾ വരാത്തവർക്ക് വേണ്ടി 341 വായിക്കാം, ശ്രദ്ധിച്ചിരിക്കും. 341 ഭരണഘടനയുടെ 341 ആർട്ടിക്കിൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. പട്ടികജാതികൾ അതിൻ്റെ 341(1) രാഷ്ട്രപതിക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ സംബന്ധിച്ച് ഒരു സംസ്ഥാനമാണെങ്കിൽ അതിലെ ഗവർണറോട് ആലോചിച്ച ശേഷം പൊതുവിജ്ഞാപനം വഴി ആ സംസ്ഥാനത്തെയോ ആ യൂണിയൻ പ്രദേശത്തെയോ അതാത് സംഗതി പോലെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണഘടനയുടെ ആവശ്യങ്ങൾക്ക് പട്ടികജാതികളായി കരുതേണ്ട ജാതികളെയും പിന്നീട് ജാതികളെയും പട്ടികവർഗ ഗോത്രങ്ങളെയും അല്ലെങ്കിൽ ജാതികളുടെയും വർഗഗോത്രങ്ങളുടെ ഭാഗത്തിലെയും അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗങ്ങളെയും നിർദ്ദേശിക്കാവുന്നതാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പട്ടികജാതി വിഭാഗങ്ങളെയും പട്ടികവർഗ വിഭാഗങ്ങളെയും അവാന്തര വിഭാഗങ്ങളെയും രാഷ്ട്രപതിക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അതെങ്ങനെ നിർദ്ദേശിക്കാം? ഒരു സംസ്ഥാനത്തെ ഗവർണറോട് ആലോചിച്ചുകൊണ്ട് നിർദ്ദേശിക്കാം. സംസ്ഥാന ഗവർണർ ഇത് എവിടെ നിന്ന് കൊണ്ടുവരും? നിയമസഭയിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ നിയമസഭയ്ക്ക് പട്ടികജാതിക്കാരിൽ പട്ടികവർഗക്കാരിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടേണ്ട ആരാണെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം 341 പ്രകാരം ഉണ്ട് എന്നാണ് വക്കീലിൻ്റെ വാദം. അതിൻ്റെ 2 നോക്കൂ. 341 മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം 341 നോക്കണം, 341 നോക്കണം. ഇത് ഞാൻ ജഡ്ജിമെൻറ്റ് മാത്രം പറയുകയല്ല, നമ്മുടെ നേതാക്കന്മാർക്ക് കാര്യം മനസ്സിലാവണം. നാളെ ആരെങ്കിലും മുമ്പിൽ പോയി പറയാനുള്ള ആർജവം ഉണ്ടാവണം. 341(2) ഈ 2 പറയുന്നത് 1-ാം ഖണ്ഡത്തിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചുള്ള പട്ടികജാതിക്കാരുടെ ലിസ്റ്റ് പാർലമെൻറ്റ് നിയമം വഴി ഏതെങ്കിലും ജാതിയെയോ വർഗത്തെയോ ഗോത്രത്തെയോ അല്ലെങ്കിൽ ജാതികളുടെയോ വർഗങ്ങളുടെയോ ഗോത്രവർഗങ്ങളുടെയോ ഭാഗത്തെയോ അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുകയോ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 എന്താ പറഞ്ഞേക്കുന്നത്? പട്ടികജാതിക്കാരെ പാർലമെൻറ്റിന് നിയമം വഴി എന്തു ചെയ്യാം? അവാന്തര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുകയോ അവരെ നിയമം വഴി എന്തു ചെയ്യാൻ പറ്റും? മാറ്റുകയോ ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിന് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് കരുതിയാൽ ആർക്കുൾപ്പെടുത്താം? നിയമം വഴി ആർക്കുൾപ്പെടുത്താം? ലെജിസ്ലേച്ചറിന് ഉൾപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ഉൾപ്പെടുത്താം. എന്നാൽ മുമ്പുള്ള രീതിയിൽ ഒഴികെ മേൽപ്പറഞ്ഞ ഖണ്ഡങ്ങളിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ അതിനുശേഷം ഏതെങ്കിലും വിജ്ഞാപനം വഴി വ്യത്യാസപ്പെടുത്താൻ പാടുള്ളതല്ല. ഒരു വിജ്ഞാപനം ഇറക്കിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? 2ാമത് വിജ്ഞാപനം ഇറക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ യഥാർത്ഥത്തിൽ പഞ്ചാബ് ചെയ്തിട്ടുള്ളത്? ഒരു ജാതിയെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഒരു ജാതിയെയും ഒഴിവാക്കിയിട്ടില്ല. ചില ജാതികൾക്ക് മൊത്തം പട്ടികജാതിക്കാർക്ക് 8% സംവരണമാണെങ്കിൽ 2 ജാതിക്ക് 4% സംവരണം കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് സാധ്യമാണ് എന്നാണ് ഇവിടുത്തെ വക്കീലിൻ്റെ വാദം. നോക്കൂ, ഇനി 13ാമത്തെ പാരഗ്രാഫ്. ശ്രീ സഞ്ജയ് ആർ ഹെഡ്ജ് ലേൺ സീനിയർ കൗൺസൽ വൈൽ സപ്പോർട്ടിംഗ് ചിന്നയ്യാസ് ആർഗ്യൂഡ് ദാറ്റ്. ചിന്നയ്യ കേസ് ശരിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് ശരിയാണ്.
പട്ടികജാതിക്കാരിൽ എന്തില്ല, അവാന്തര വിഭാഗങ്ങളില്ല, അത് ഒറ്റ ഗ്രൂപ്പാണ് എന്നുള്ള വാദമാണ് ഇനി നടക്കുന്നത്. ഇതുവരെ നടന്നത് നമുക്കെതിരെയുള്ള വാദമാണ്, ഇനി നടക്കുന്നത് നമുക്ക് അനുകൂലമായ വാദമാണ്. നോക്കൂ, ദ പാർലമെൻറ്റ് അലോൺ ഹാസ് പവർ ടു എക്സ്ക്ലൂഡ് ദ കാസ്റ്റ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾഡ് കാസ്റ്റ്. നിയമസഭയ്ക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ലിസ്റ്റിൽ ഇടപെടാൻ അവകാശമില്ല. അതാണ് ആദ്യത്തെ വാദം. ഹി ഹാസ് അട്രാക്റ്റഡ് അവർ അറ്റൻഷൻ ടു ഡോക്ടർ അംബേദ്കർ സ്പീച്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി റിഗാർഡിംഗ് ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 341 ആൻഡ് 342. അതിനുവേണ്ടി ആ അഡ്വക്കറ്റ് കോട്ട് ചെയ്തേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? ഹി ഹാസ് അട്രാക്റ്റഡ് അവർ അറ്റൻഷൻ ടു ദ ഡോക്ടർ അംബേദ്കർ സ്പീച്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി റിഗാർഡിംഗ് ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 341 ആൻഡ് 42. 341 എന്ന് പറഞ്ഞ പട്ടികജാതി ലിസ്റ്റിനെ കുറിച്ചും 342 എന്ന് പറഞ്ഞ പട്ടിക ഗോത്ര ലിസ്റ്റിനെ കുറിച്ചും. പട്ടിക ഗോത്ര ലിസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായി ഒന്ന് വായിക്കുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ വരാത്തവർക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 342(1) അത് പട്ടിക വർഗത്തിന് വേണ്ടിയുള്ളതാണ്. രാഷ്ട്രപതിക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ സംബന്ധിച്ച് അത് ഒരു സംസ്ഥാനമാണെങ്കിൽ അതിലെ ഗവർണറോട് ആലോചിച്ച ശേഷം പൊതുവിജ്ഞാപനം വഴി ആ സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ അതാത് സംഗതി പോലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഈ ഭരണഘടനയുടെ ആവശ്യങ്ങൾക്ക് പട്ടിക ഗോത്രങ്ങളായി കരുതേണ്ട ഗോത്രങ്ങളെയും ഗോത്രവർഗ സമുദായങ്ങളെയും അല്ലെങ്കിൽ ഗോത്രവർഗങ്ങളുടെയും ഗോത്രവർഗ സമുദായങ്ങളുടെ ഭാഗങ്ങളെയോ അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗങ്ങളെയും നിർദ്ദേശിക്കാവുന്നതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പട്ടികജാതി ലിസ്റ്റിൽ ആരെയൊക്കെ ചേർക്കണം, അവർക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടേണ്ട ആരാണ്, അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ ഏതാണ് എന്ന് ആർക്ക് നിർദ്ദേശിക്കാം? ഗവർണറോട് ആലോചിച്ചുകൊണ്ട് പ്രസിഡന്റിന് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്ക് അധികാരമില്ല എന്ന വാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. അത് തത്വത്തിൽ നമുക്ക് അനുകൂലമാണ് ആ വാദം. ഓക്കെ, അവിടെ പറയുന്നത് 342(1) ഖണ്ഡപ്രകാരം പുറപ്പെടുവിച്ചുള്ളൊരു വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചുള്ള പട്ടിക ഗോത്രങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പാർലമെൻറ്റിന് നിയമം വഴി, അവിടെ വ്യക്തമായി പറയുന്നത് പാർലമെൻറ്റിന് നിയമം വഴി ഏതെങ്കിലും ഗോത്രവിഭാഗത്തെയോ ഗോത്രവർഗ വിഭാഗത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രവർഗത്തെയോ ഗോത്ര സമുദായത്തെയോ ഭാഗത്തെയോ അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗത്തെയോ ഉൾപ്പെടുത്തുകയോ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യാം. അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നിയമസഭ ഇത് ചെയ്യേണ്ടതില്ല, പാർലമെൻറ്റാണ് മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യേണ്ടതെന്നാണ്. അത് വളരെ വ്യക്തമാണ് അവിടെ പറയുന്നത്. അപ്പോൾ പാർലമെൻറ്റ് എങ്ങനെ ചെയ്യും? ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം ചെയ്യും. ഗവർണർക്ക് ആര് റിപ്പോർട്ട് കൊടുക്കും? ഗവർണർ ഇപ്പം കേരളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഗവർണർ കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ അറിയത്തില്ലല്ലോ. മലയാളി അല്ലാത്ത ഒരാളാണല്ലോ കേരളത്തിൽ ഗവർണർ ആവുന്നത്. ഗവർണർ നിയമസഭയുടെ നിർദ്ദേശപ്രകാരം ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭയ്ക്ക് പവർ ഉണ്ടോ? ഇതാണൊരു ക്വസ്റ്റ്യൻ. പാർലമെൻറ്റിനാണോ പവർ, നിയമസഭയ്ക്കാണോ പവർ, പ്രസിഡൻറ്റിനാണോ പവർ, ഗവർണർക്കാണോ പവർ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം നമ്മൾ 341 342 നിങ്ങളുടെ അറിവിലേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. The object is to eliminate any kind of political factors having a play in the matter of disturbance of scheduled to be published by the president. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ 341 342 വെച്ചേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, ആവശ്യകത, ഓഫ് ദ ഡിസ്റ്റർബൻസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് സോ പബ്ലിക് ഫാക്ടേഴ്സ് ടു എലിമിനേറ്റ് the objective to eliminate any kind of political factors having a play in the matter of disturbance are scheduled to be published by the president. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ ഇടപെടൽ പട്ടികജാതി ലിസ്റ്റിൽ ഇല്ലാതിരിക്കുക എന്നതാണ്. ആ സെൻറ്റൻസ് കൃത്യമായി നോക്കണം. ഇത് നമുക്ക് അനുകൂലമായ സെൻറ്റൻസാണ്, അതുകൊണ്ടാണ് അത് കൃത്യമായി നോക്കണമെന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റ് ഈസ് ടു എലിമിനേറ്റ് എനി കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഈ ലിസ്റ്റിനെ അട്ടിമറിക്കാൻ പാടില്ല. have a play in the matter of disturbance of scheduled so published by the parliament, published by the president.
പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യപ്പെട്ട പ്രസിദ്ധീകരിക്കപ്പെട്ട SC/ST ലിസ്റ്റിൽ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് 341 342 ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ കാശ് കൊടുത്ത് വെച്ചിട്ടില്ല എങ്കിലും നമുക്ക് വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് അവിടെ വാദിക്കുന്നു. നമ്മൾ ഈ വിഷയം ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴാണല്ലോ കേൾക്കുന്നത്, നമ്മളിതുമായിട്ട് അറിഞ്ഞ ആൾക്കാരല്ലല്ലോ. എങ്കിലും നമുക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ആർഗ്യുമെൻ്റാണത്. അടുത്തത്, കൺസിഡറിങ് the binding precedent doctrine of decision of E.V. Chinnaya is not required to be revised wherein a possible view has to be taken. അപ്പോൾ സാധ്യതയില്ലാത്ത ഒരു വ്യൂ ഉണ്ടാകുന്നത് വരെ E.V. Chinnaya വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 2006 എന്ന് പറയുന്ന ജഡ്ജിമെൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, റിവൈസ് ചെയ്യാൻ പാടില്ല. റിവൈസ് ചെയ്താൽ എന്ത് ചെയ്യണം, പട്ടികജാതിയിലെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം എന്ത് കൊടുക്കേണ്ടി വരും, സംവരണം കൊടുക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. E.V. ചിന്നയ്യയുടെ കേസ് പോയാൽ നമ്മുടെ കേസ് പോയി. ഓക്കെ, ദ ജഡ്ജ്മെൻറ്റ് കൺസേണിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റാറ്റസ് ഔട്ട് നോട്ട് ടു ബി ഓവർ റൂൾ എക്സെപ്റ്റ് ഇൻ ദ എക്സെപ്ഷണൽ കേസസ്. നോക്കൂ, പ്രത്യേക സാഹചര്യം ഇല്ലാത്തടത്തോളം കാലം ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ കേസിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഓവർ റൂൾ ചെയ്യാൻ പാടില്ല, പരിഷ്കരിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഇല്ല എന്ന് വളരെ വ്യക്തമായി അഡ്വക്കറ്റ് വാദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വാദങ്ങൾ മാത്രം കേട്ടാൽ പോരാ, ആദ്യം നമ്മൾ കേൾക്കണം നമ്മുടെ എതിർവാദങ്ങളാണ്. ഓക്കെ, യെസ്, ഇത് അൺഫോർസിയബിൾ കോൺസിക്വൻസസ് വുഡ് ബി ഫോളോ ഇൻ ദ ജഡ്ജ്മെൻറ്റ് ഓവർ റൂൾഡ്. ആ ജഡ്ജ്മെൻറ്റ് ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് മറികടക്കുകയും പട്ടികജാതിക്കാർക്ക് സബ്കാസ്റ്റ് റിസർവേഷൻ അനുവദിക്കുകയും ചെയ്താൽ അൺഫോഴ്സിബിൾ കോൺസിക്വൻസ്, മുൻകൂട്ടി കാണാൻ പറ്റാത്ത പല തെറ്റായ പ്രതിഫലനങ്ങളും പ്രതിഫലനങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകും. ഇറ്റ് റിക്വയർസ് ടു ബി റീവിസിറ്റഡ് ഇഫ് ദ കോസസ് ഗ്രേറ്റ് അൺസർട്ടണിറ്റി. പട്ടികജാതിക്കാരിടയിൽ തന്നെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായാൽ മാത്രമേ അത് പുനഃപരിശോധിക്കാൻ പാടുള്ളൂ. ഇപ്പം വലിയ ഗ്യാപ്പില്ല, ഗ്യാപ്പ് ഉണ്ടാവാം എങ്കിലും വലിയ ഗ്യാപ്പില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഇറ്റ് റിക്വയേഴ്സ് ടു റീവിസിറ്റഡ് ഇഫ് ദ കോസ് ഗ്രേറ്റ് അൺസർട്ടണിറ്റി or it relate to some broad issue of principle or some unjust outmoded not otherwise. അപ്പോൾ നീതീകരിക്കാൻ പറ്റാത്തതും ഔട്ട്മോഡ് ചെയ്തതുമായ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതും, ഇപ്പോൾ 2020 നിലനിൽക്കാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആന്ധ്രാപ്രദേശ് E.V. ചിന്നയ്യ വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന കേസ് പുനഃപരിശോധിക്കാൻ പാടുള്ളൂ. ഇത് നമുക്ക് അനുകൂലമായൊരു വാദമാണ്. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഇന്ദിര സൊഹാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ദിര സൊഹാനി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, അതുവഴി ഇന്ത്യയുടെ ഭരണഘടനയിൽ അമെൻമെൻറ്റ് പോലും വന്നതാണ്. 42ാമത്തെ അമെൻമെൻറ്റ് വന്നത് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ പറയുന്നത് അത് 13 അംഗ ബെഞ്ചാണ്. ഇതുപോലെ 5 അംഗ ബെഞ്ചും 7 അംഗ ബെഞ്ചും ഒന്നുമല്ല. ഈ 13 അംഗ ബെഞ്ച് പറഞ്ഞത് SC/ST വിഭാഗം ഒറ്റ ക്ലാസ്സാണ്, OBC വിഭാഗം ഒറ്റ ക്ലാസ്സാണ്. ഭരണഘടന അടിസ്ഥാന മൂല്യങ്ങളെ ഇന്ദിരാ സൊഹാനിയിൽ നിന്നും തൊടാൻ പാടില്ല എന്നാണ് ഇന്ദിരാ സൊഹാനി കേസിൽ പറഞ്ഞത്. ഇന്ദിരാ സൊഹാനി കേസ് നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. 1500 പേജുണ്ട്, A4 സൈസിൽ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല പ്രാക്ടീസുള്ള വക്കീലന്മാർ മാത്രമേ ഇന്ദിരാ സൊഹാനി കേസ് വായിച്ചിട്ടുള്ളൂ. ഇന്ദിരാ സൊഹാനി കേസ് വായിച്ചാൽ പിന്നെ ഭരണഘടന വായിക്കേണ്ട ആവശ്യമില്ല, അത് മൊത്തം അതിനകത്തുണ്ട്. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ് കേസ് എന്നാണ് ഈ കേസിനെ അറിയപ്പെടുന്നത്, ഇന്ദിരാ സൊഹാനി കേസ്. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് none of this observation would apply to the scheduled caste and scheduled tribe. ഇന്ദിരാ സൊഹാനി കേസിലെ ഒരു നിർദ്ദേശവും ഒരു കാര്യവും ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഉൾപ്പെടുത്തുന്നതല്ല, അതിൻ്റെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ആയി ഇന്ദിരാ സൊഹാനി കേസുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ ബാക്ക്വേർഡ് ഫോർ ദ പ്രൊവിഷൻസ് ഓഫ് ആർട്ടിക്കിൾ 16 ക്ലോസ് 4. ആർട്ടിക്കിൾ 16 ക്ലോസ് 4ൻ്റെ പരിധിയിൽപ്പെടുത്തിയാണ് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും പിന്നോക്കമെന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. 16 ക്ലോസ് 4 നമ്മൾ പലതവണ വായിച്ചിട്ടുള്ളതാണ്.
എങ്കിലും പുതിയതായി വന്നവർക്ക് വേണ്ടി ഒന്നും കൂടെ വായിക്കുക. നോക്കൂ, 16 ക്ലോസ് 4. ഈ അനുച്ഛേദത്തിലെ യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാധാന്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിലെ പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നത് രാഷ്ട്രത്തെ തടയുന്നില്ല. എന്താ പറഞ്ഞത് അവിടെ? ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആർ ബാക്ക്വേർഡ് ഫോർ ദ പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4. നമ്മൾ മുമ്പ് ഇപ്പം മലയാളത്തിൽ വായിച്ച ആ സബ് ക്ലോസ് 4ൻ്റെ പരിധിയിൽ വരുന്നതാണ് നിയമനത്തിലും തസ്തികകളിലും പ്രത്യേക വ്യവസ്ഥ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് സബ് ഡിവൈഡ് ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് മൊത്തത്തിൽ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത് എന്നാണ് വക്കീലിൻ്റെ വാദം. മനസ്സിലായി കാണും. ദ ടെസ്റ്റ് സോ റിക്വയർമെൻറ്റ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് കനോട്ട് ബി അപ്ലൈഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഇടയിൽ ടെസ്റ്റ് റിക്വയർഡ് ഫോർ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്, സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ പട്ടികജാതിക്കാരുടെ ഇടയിലല്ല പ്രയോഗിക്കേണ്ടത് എന്നാണ് ആരുടെ വാദം? വക്കീലിൻ്റെ വാദം. അത് സെൻറ്റൻസ് നോക്കിയേ. ദ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷണം. ഓർ റിക്വയർമെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്സ് കനോട്ട് ബി അപ്ലൈഡ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നാണ്. പട്ടികജാതി വർഗത്തിനിടയിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥയും വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയും അപ്ലൈ ചെയ്യാൻ പാടില്ല. ദ ഡിസിഷൻ ഇൻ ഇന്ദിര സൊഹാനി വാസ് അണ്ടർസ്റ്റുഡ് ഇൻ ദ കറക്റ്റ് പെർസ്പെക്റ്റീവ് ഇൻ EV ചിന്നയ്യ. അതുകൊണ്ട് ഇന്ദിര സൊഹാനി വേഴ്സസ് സ്റ്റേറ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ് കൃത്യമായ കേസാണ്. അത് EV ചിന്നയ്യ എന്ന് പറയുന്ന കേസിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് പുനഃപരിശോധിക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അത് അവിടുത്തെ ഏതെങ്കിലും സംഘടന കൊടുത്ത വാദമായിരിക്കും, എങ്കിലും ആ വാദം നമുക്ക് അനുകൂലമാണ് ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരെ സബ് ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല എന്നാണ് വളരെ കൃത്യമായി വാദിക്കുന്നത്. ഇൻ M.N. തോമസ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ ബാക്ക്വേർഡ് ക്ലാസസ്. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ബാക്ക്വേർഡ് ക്ലാസസ് ആണ് എന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. നോ സബ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ്. എന്ത് ചെയ്യാൻ പാടില്ല? സബ് ക്ലാസിഫിക്കേഷൻ, തരംതിരിക്കൽ ഉണ്ടാകാൻ പാടില്ല. നോ സബ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് എന്ന് അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് നോ സബ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ്. ഇവിടെ പറഞ്ഞത് M.N. തോമസ് ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ ബാക്ക്വേർഡ് ക്ലാസസ്. ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും ബാക്ക്വേർഡ് ക്ലാസസ് ആണ്. നോ സബ് ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ്. സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ദ എക്സ്ക്ലൂഷൻ ഫ്രം ദ ലിസ്റ്റ് ഈസ് പ്രിറോഗേറ്റീവ് ഓഫ് ദ പാർലമെൻറ്റ്. ഒരു പട്ടികജാതിക്കാരെ സംവരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പാർലമെൻറ്റിൻ്റെ മാത്രം അധികാര പരിധിയിൽപ്പെട്ടതാണ്. ഇത് എക്സ്ക്ലൂസീവ് റൈറ്റ് പാർലമെൻറ്റിനുണ്ട്, നിയമസഭയ്ക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ പ്രിറോഗേറ്റീവ് ഓഫ് ദ പാർലമെൻറ്റ്. എക്സ്ക്ലൂസീവ് റൈറ്റാണ്, പാർലമെൻറ്റ് പ്രിവിലേജിൻ്റെ ഭാഗമാണ്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നത്. അതാണ് പ്രിറോഗേറ്റീവ് റൈറ്റ് എന്ന് പറഞ്ഞത്. The exclusion from the list is prerogative of the parliament. The object of article 341 sub clause 1 നമ്മൾ മുമ്പേ വായിച്ച് കേൾപ്പിച്ചതാ. ഏതാ 341 sub clause 1 എന്ന് പറഞ്ഞാൽ പട്ടികജാതി ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞത്. സോ ഈസ് ടു പ്രൊവൈഡ് അഡീഷണൽ പ്രൊട്ടക്ഷൻ. അഡീഷണൽ പ്രൊട്ടക്ഷൻ ആണ് അത് കൊടുക്കുന്നത്. 341 കൊടുക്കുന്നത് ഇറ്റ് ഈസ് ആൻ അഡീഷണൽ പ്രൊട്ടക്ഷൻ. It is provided to an additional protection the members of scheduled caste regard the economic and educational backwardness from which they suffer. അത് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? 341 is to provide an additional protection to the members of scheduled caste having regard the economic and educational backwardness from which they suffer.
അവർ സഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സഹിച്ചുകൊണ്ടിരുന്ന സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായുമല്ല പിന്നോക്കാവസ്ഥയ്ക്ക് കൊടുത്ത അഡീഷണൽ പ്രൊട്ടക്ഷനാണ് 341(1). ഇങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളിപ്പം ഭരണഘടന പഠിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ പോയി സംസാരിക്കുമ്പോൾ 341(1) കോട്ട് ചെയ്ത് വേണം പറയാൻ. ദ പ്രസിഡൻഷ്യൽ ഓർഡർ ഈവൻ ദ കോർട്ട് കനോട്ട് മേക്ക് എനി ആൾട്ടർനേഷൻ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്താണെന്നറിയാമോ? സുപ്രീം കോടതിക്ക് പോലും പ്രസിഡൻഷ്യൽ ഉത്തരവിനെ മറികടക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പിടിവള്ളിയാണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ പ്രസിഡൻഷ്യൽ ഓർഡർ ഈവൻ ദ കോർട്ട് കനോട്ട് ബി ആൾട്ടേർഡ്. വളരെ ശക്തമായ വാദഗതിയാണ്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പ്രസിഡൻ്റാണ്. ദ പ്രസിഡൻഷ്യൽ ഓർഡർ, ഇറ്റ് ഈസ് എ പ്രസിഡൻഷ്യൽ ഓർഡർ 1950. 1950 വന്ന പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരമാണ് പട്ടികജാതി ലിസ്റ്റും പട്ടികവർഗ ലിസ്റ്റും പ്രിപ്പയർ ചെയ്തത്. ഈവൻ ദ കോർട്ട് കനോട്ട് മേക്ക് എനി ആൾട്ടർനേഷൻ. കോടതിക്ക് പോലും ആൾട്ടർനേഷൻ നടത്താൻ പാടില്ല. അതിലെന്ത് ചെയ്യാൻ പാടില്ല? മാറ്റം വരുത്താൻ പാടില്ല. അത് ഏറ്റവും ശക്തമായ വാദഗതിയാണ്. 26 പേര് നമ്മുടെ ക്ലാസ്സിൽ കേൾക്കുന്നുണ്ട്. 27ാമത്തെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ആ 27ാമത്തെ ആളും കൂടെ കേൾക്കണം. പ്രസിഡൻറ്റിൻ്റെ ഓർഡർ ആയതുകൊണ്ട് കോടതി പോലും മാറ്റം വരുത്താൻ പാടില്ല എന്ന് വളരെ ശക്തമായി പറയുന്നുണ്ട്. നോ എൻക്വയറി ഈസ് പെർമിസിബിൾ ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് സം പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഫോൾസ് വിത്തിൻ ദ ലിസ്റ്റ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ലേഡ് ഡൗൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് മില്ലിറ്റ് ആൻഡ് അതേഴ്സ് 2001 SEC 4. മാത്രമല്ല 2001 ഒന്നാം വോളിയം സുപ്രീം കോർട്ട് കേസിലെ 4ാമത്തെ പേജിൽ പറയുന്നത് നോ എൻക്വയറി ഈസ് പെർമിസിബിൾ. പട്ടികജാതിക്കകത്ത് മോർ ബാക്ക്വേർഡ്നെസ്സിനെ കുറിച്ചും മോസ്റ്റ് ബാക്ക്വേർഡിനെ കുറിച്ചും ഒരു എൻക്വയറി സർക്കാർ നടത്തിയാൽ പോലും അനുവദിക്കാൻ പാടില്ല എന്നാണ്. നോ എൻക്വയറി ഈസ് പെർമിസിബിൾ ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് സം പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഫോൾസ് വിത്തിൻ ദ ലിസ്റ്റ് ഈസ് ഔട്ട്സൈഡ് ഇറ്റ് ഈസ് ലേഡ് ഡൗൺ ഇൻ മഹാരാഷ്ട്ര വേഴ്സസ് മില്ലിറ്റ് ആൻഡ് അതേഴ്സ് 2001 സുപ്രീം കോർട്ട് കേസ് 4. അത് മനസ്സിലായി കാണുമല്ലോ. സുപ്രീം കോടതിയുടെ വിധിയുടെ 2001 ഒന്നാമത്തെ വോളിയത്തിലെ പേജ് നമ്പർ 4 പ്രകാരം മഹാരാഷ്ട്ര വേഴ്സസ് മില്ലിറ്റ് എന്ന് പറയുന്ന കേസിൽ പറയുന്നു പട്ടികജാതിക്കകത്ത് മോർ ബാക്ക്വേർഡ്നെസ് ഉണ്ടോ എന്ന് പറയുന്ന എൻക്വയറി പോലും അനുവദിക്കാൻ പാടില്ലെന്നാണ്. ഓക്കെ, ആണ് പട്ടികജാതികൾ പരസ്പരം മത്സരിക്കണമെന്ന് തന്നെ അവർ പറയുന്നത്. അടുത്തത് നമ്മൾ 19ാമത്തെ പേജിലെ ഡി എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്. The legal fiction created under Article 341 is to be given full effect. നിയമപരമായ ഫിക്ഷൻ. എന്തുവാ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഈ തെന്നി മറിഞ്ഞ സാധനമാണ് ഫിക്ഷൻ. ലീഗൽ ഫിക്ഷൻ ക്രിയേറ്റഡ് അണ്ടർ 341 ഈസ് ടു ബി ഗീവൺ ഫുൾ എഫക്റ്റ്. നിയമം തൊടാത്ത രീതിയിൽ 341 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും വിത്ത് ഫുൾ എഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പട്ടികജാതി ലിസ്റ്റിൽ കോടതിയോ പുതിയ നിയമനിർമ്മാണമോ നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ പ്രൊട്ടക്ഷൻ അതിൻ്റെ എല്ലാ എഫക്റ്റിലും ഫുൾ എഫക്റ്റിലും നിലനിൽക്കുന്നു. വിത്ത് ഫുൾ എഫക്റ്റ്. ആ സെൻറ്റൻസ് നോക്കൂ. ഇംഗ്ലീഷ് അറിയുന്നവർ ആ സെൻറ്റൻസ് കൃത്യമായിട്ട് നോക്കൂ. ദ ലീഗൽ ഫിക്ഷൻ ക്രിയേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 341 ഈസ് ടു ബി ഗീവൺ വിത്ത് ഫുൾ എഫക്റ്റ്. The provisions of section 4 subclause 5 of the Punjab Act cannot be said to be constitutionally valid. അതുകൊണ്ട് പഞ്ചാബ് ഗവൺമെൻറ് പാസ്സാക്കിയ സെക്ഷൻ 4 സബ്ക്ലോസ് 5 ആക്ട് ഒരിക്കലും ഭരണഘടനാപരമായി നിലനിൽക്കത്തില്ല എന്ന് സമർത്ഥിക്കാൻ ആ വക്കീലിന് കഴിഞ്ഞിട്ടുണ്ട്. അത് കോടതി എങ്ങനെ എടുക്കുന്നു എന്നുള്ള 2ാമത്തെ കാര്യമാണ്. എന്തായാലും അവിടെ പുള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തത് ദ ഗവർണർ ഈസ് empowered only to make recommendations under Article 341 of or alternation in the list. അവിടെ വളരെ വ്യക്തമായി പറയുന്നു ഗവർണർക്ക് അധികാരമില്ല. എന്തുണ്ട്? ഗവർണർക്ക് ആകെ ഉള്ളത് റെക്കമെൻഡേഷൻ ചെയ്യാനേ പറ്റൂ, തീരുമാനമെടുക്കാൻ പറ്റില്ല. ഗവർണർ തീരുമാനമെടുക്കുന്നതാണ് സംസ്ഥാനത്തിൻ്റെ നിയമം. അപ്പോൾ സംസ്ഥാന നിയമം ഉണ്ടാക്കിയാൽ ആര് തീരുമാനമെടുക്കും? ഗവർണർ തീരുമാനമെടുക്കുന്നു. കാരണം സംസ്ഥാന നിയമത്തിൻ്റെ താഴെ ഒപ്പിടുന്ന ഗവർണറാണ്. ദാറ്റ് ഈസ് എ ഡിസിഷൻ ഓഫ് ദ ഗവർണർ. അപ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റൊക്കെ ഇതൊക്കെയാണ്. നോക്കൂ,
The governor is empowered only to make a recommendation under Article 341 for alternation in the list. ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിനോ പ്രത്യേക പരിഗണന കൊടുക്കണമെന്നോ ആർക്ക് റെക്കമെൻഡ് ചെയ്യാം? ഗവർണർക്ക്. പക്ഷേ റെക്കമെൻഡ് ചെയ്യാനേ പറ്റൂ, തീരുമാനമെടുക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ പ്രധാന പോയിന്റ്. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് പ്രത്യേകം എഴുതി വെച്ച് പറയണം. ദ ഗവർണർ ഈസ് empowered only to make recommendation under 341 for alternation in the list. അത് പ്രത്യേകമായി എഴുതി വെച്ച് വേണം പറയാൻ. അത് കയ്യിൽ നിന്ന് പോകരുത്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് പോകരുത്. ഗവർണർക്ക് അധികാരമില്ല. ഗവർണർക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് അധികാരമില്ല. അത് ഒരു തർക്കവുമില്ല, അങ്ങനെ സ്ഥാപിച്ചെടുക്കണം. നോ ഫർദർ ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് വൺസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ കൺസേൺഡ് ഇൻ ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4. ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4 ഉപയോഗിച്ചുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല. അതും കൃത്യമായി പറയണം. നിങ്ങൾ പോകുന്ന വേദികളിൽ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ, വിഷയം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയാൽ കൃത്യമായി പറയണം. നോ ഫർദർ ക്ലാസിഫിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് വൺസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആർ കൺസേൺ. ഒരു തവണ പട്ടികജാതിക്കാരെയും പട്ടികവർഗ്ഗക്കാരെയും ലിസ്റ്റ് ചെയ്താൽ അവരെ സബ് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 16(4) അങ്ങനെ സബ് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറയുന്നില്ല. ആർട്ടിക്കിൾ 14(4) വേണമെങ്കിൽ ഒന്നും കൂടെ വായിച്ച് കേൾപ്പിക്കാം, ആവശ്യമുള്ള എഴുതി വെച്ചു. ഈ അനുച്ഛേദത്തിലെ യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാതെ ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിലുള്ള പൗരന്മാർക്ക് നിയമങ്ങളോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രത്തെ തടയുന്നതല്ല. പട്ടികജാതിക്കാർക്കും പട്ടികവർഗ്ഗക്കാർക്കും മൊത്തമായ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെ അവിടെ പറയുന്നുള്ളൂ. ഒരു വിഭാഗത്തിന് പ്രത്യേകമായ വ്യവസ്ഥ ഉണ്ടാക്കുന്നതിനെ പറയുന്നില്ല എന്നാണ് വക്കീലിൻ്റെ വാദം. അത് പ്രത്യേകമായി കേൾക്കണം. നമ്മൾ ഈ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് നമുക്ക് ഈ വിഷയം കൃത്യമായി അറിയാമെന്ന് തോന്നണം. എന്തെങ്കിലും വിളിച്ച് പറയരുത്. അടുത്തത് ഈ there is a difference between scheduled caste and other backward classes. അത് വളരെ വ്യക്തമായി പറയുന്നു. ബാക്ക്വേർഡ് ക്ലാസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല. അത് നമ്മൾ ഉന്നയിക്കണം. ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ OBC ആണ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്. രണ്ടാമത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണ്, EWS ആണ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. there is a difference between scheduled caste and other backward class. ഷെഡ്യൂൾഡ് കാസ്റ്റിനും സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ക്ലാസ്സിനും അതർ ബാക്ക്വേർഡ് ക്ലാസ്സും ഒന്നല്ല. അത് കൃത്യമായി അവതരിപ്പിക്കണം. ഇതെല്ലാം നമ്മുടെ പിടിവള്ളികളാണ്. ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ അൺടച്ചബിൾസ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്തായിരുന്നു? അൺടച്ചബിൾസ് ആയിരുന്നു. ആസ് ഹെൽഡ് ഇൻ ദ ജർമാലി സിംഗ് കേസ്. ജർമാലി സിംഗ് കേസിൽ പറയുന്നത് പോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ അൺടച്ചബിൾസ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആരായിരുന്നു? അൺടച്ചബിൾസ് ആയിരുന്നു. ദ ഹിന്ദുസ് ആർ ഡിവൈഡഡ് ഇൻടു 2 ക്ലാസസ്. ഇനി ഹിന്ദു മതത്തിലേക്ക് പോവുകയാണ്. ഹിന്ദുക്കളെ 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തു. ദ ടച്ചബിൾസ് ആൻഡ് അൺടച്ചബിൾസ്. മഹാനായ ഡോക്ടർ അംബേദ്കർ പറയുന്നത് പോലെ തൊട്ടുകൂടാൻ പറ്റുന്നവരും തൊട്ടുകൂടാൻ പാടില്ലാത്തവരുമായി ഹിന്ദുക്കളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ദ ഡിപ്രസ്ഡ് ക്ലാസസ്. ദ ടേം ഡിപ്രസ്ഡ് ക്ലാസസ് വാസ് റീപ്ലേസ്ഡ് ബൈ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറയുന്ന വിഭാഗത്തിനെ ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്തത്. അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1985. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന പേര് മാറ്റിക്കൊണ്ട് 1932 വോട്ടവകാശം കിട്ടിയതിന് ശേഷം അവരെ എന്താക്കി മാറ്റി? ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നാക്കി മാറ്റി. ദ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ഗീവൺ ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡ്യൂ ടു അൺടച്ചബിലിറ്റി വിത്ത് വിച്ച് ദേ സഫർ. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ അനുഭവിച്ചത് കൊണ്ടാണ് അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നാക്കി മാറ്റിയത്. ഇറ്റ് ഈസ് നോട്ട് ഓപ്പൺ ടു ദ പാർലമെൻറ്റ് ഓർ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് ക്ലാസിഫിക്കേഷൻ ഇൻഡർ സേ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓൺ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ്. വളരെ വളരെ പ്രസക്തമായ വാദമാണ് ഇവിടെ വെക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഒരു തവണ ലിസ്റ്റിൽ ചേർത്താൽ അവരെ അകത്ത് സബ് ക്ലാസിഫിക്കേഷൻ അനുവദിക്കാൻ അതിനുവേണ്ടി പാർലമെൻറ്റിനും നിയമസഭയ്ക്കും അധികാരമില്ല. എന്തുകൊണ്ട്? ഇറ്റ് വാസ് പ്രസിഡൻഷ്യൽ ഓർഡർ.
341, 342 പ്രകാരം അത് പ്രസിഡൻഷ്യൽ ഉത്തരവാണ്. അതുകൊണ്ട് ആർക്ക് അധികാരമില്ല? പാർലമെൻറ്റിനും നിയമസഭയ്ക്കും അധികാരമില്ല. ദ പാർലമെൻറ്റ് ഈസ് എംപവേർഡ് ടു ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ് എനി കാസ്റ്റ് ഫ്രം ദ പ്രസിഡൻഷ്യൽ ലിസ്റ്റ്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയുമോ? പാർലമെൻറ്റിന് വേണമെങ്കിൽ ഒരു കാസ്റ്റിനെ എടുത്തു മാറ്റാം, വേറൊരു കാസ്റ്റിനെ കൊണ്ടുവരാം, സബ് ക്ലാസിഫിക്കേഷൻ നടത്താൻ അധികാരമില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നു. ആ സെൻറ്റൻസ് നോക്കൂ. ദി പാർലമെൻറ്റ് ഈസ് എംപവേർഡ് ടു ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ് എനി കാസ്റ്റ് ഫ്രം ദ ലിസ്റ്റ് ഫ്രം ദ ലിസ്റ്റ് പാർലമെൻ്റൽ ലിസ്റ്റ്. ദി പാർലമെൻറ്റ് ഈസ് എംപവേർഡ് ടു ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ് എനി കാസ്റ്റ് ഫ്രം ദ പ്രസിഡൻഷ്യൽ ലിസ്റ്റ്. പ്രസിഡൻറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒരു ജാതിയെ എടുത്തു മാറ്റാനും ഒരു ജാതിയെ എന്ത് ചെയ്യാനും പറ്റും? കൂട്ടിച്ചേർക്കാനും പറ്റും. ആ ജാതിയെ തരംതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് വാദം. അത് വളരെ സ്ട്രോങ് ആർഗ്യുമെൻ്റാണ്. അതേ തട്ടി ചിലപ്പം ഈ കേസ് തിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 341(1) നമ്മൾ മുമ്പേ വായിച്ച് കേൾപ്പിച്ചത് ആ പ്രസിഡൻഷ്യൽ ഓർഡർ, അതുകൊണ്ട് ഇപ്പോൾ വായിക്കുന്നില്ല. പ്രൊവൈഡ്സ് അഡീഷണൽ പ്രൊട്ടക്ഷൻ ദ മെമ്പേഴ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അതുകൊണ്ട് 341(1) എന്ന് പറയുന്ന സെക്ഷൻ പട്ടികജാതിക്കാർക്ക് കൊടുക്കുന്ന അഡീഷണൽ പ്രൊട്ടക്ഷൻ ആണ്. അത് പാർലമെൻറ്റിന് തൊടാൻ പറ്റത്തില്ല, നിയമസഭയ്ക്ക് തൊടാൻ പറ്റത്തില്ലെന്നാണ് വാദം. ദ പവർ അണ്ടർ ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4 cannot be exercised ഡി ഹോസ് ഇൻ ആർട്ടിക്കിൾ 341. ആർട്ടിക്കിൾ 16(4) അധികാരമുണ്ട്. അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ കൂടി 341 അത് പ്രയോഗിക്കാൻ കഴിയില്ല. അത് പ്രയോഗിക്കുന്നതിന് വേണ്ടി അധികാരമില്ല. നോക്കൂ, ദ പവേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4 കനോട്ട് ബി എക്സസൈസ്ഡ്. 16(4) അധികാരം 341 ഉപയോഗിക്കാൻ കഴിയില്ല. ഭരണഘടനാപരമായി തടസ്സമുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ അടുത്തത്, ശ്രീ തുഷാർ ബക്ഷി ലേൺഡ് കൗൺസിൽ ആർഗ്യൂഡ് ദാറ്റ്. അപ്പം നമ്മുടെ അനുകൂലമായ വാദങ്ങൾ അവസാനിച്ചു. അടുത്ത അഡ്വക്കറ്റിൻ്റെ വാദമാണ് കേട്ടോ. ശ്രീ തുഷാർ ബക്ഷി ലേൺ കൗൺസിൽ ആർഗ്യൂഡ് ദാറ്റ് സബ് ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് പെർമിസിബിൾ. അതും അനുകൂലമായ വാദമാണ്. പട്ടികജാതിക്കകത്ത് സബ് ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് പെർമിസിബിൾ ഇൻ ദ കാസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ എൻറ്റയർ എൻട്രി ഓഫ് ലിസ്റ്റ്. 341, 342 പ്രകാരം കാസ്റ്റിനെ അതിനകത്ത് എൻട്രി ചെയ്തത് കൊണ്ട് അതിൽ സബ് ക്ലാസിഫിക്കേഷൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു ലീവ് വൺ കാസ്റ്റ് ഗ്രൂപ്പ്ഡ് വിത്തിൻ ദ ലിസ്റ്റ്. ജാതിക്കകത്തെ തരംതിരിക്കൽ, പട്ടികജാതിക്കകത്തെ തരംതിരിക്കൽ നോട്ട് പെർമിസിബിൾ, അനുവദിക്കാൻ കഴിയില്ല. ദ പവർ ഹാസ് ടു ബി എക്സസൈസ്ഡ് മാലീഷ്യസ്ലി. എവിടെയാണ് ദ പവർ ഹാസ് ബീൻ എക്സസൈസ്ഡ്? ഇപ്പോൾ പഞ്ചാബ് ഗവൺമെൻറ് അധികാരം ഉപയോഗിച്ചത് മാലീഷ്യസ് ആയിട്ടാണ്, മോശമായിട്ടാണ്, മാലീഷ്യസ് ആയിട്ടാണ്. മനസ്സിലായി കാണും. ഓക്കെ, ഇനി അടുത്തത് ശ്രീ സുബ്ബറാവു ലേൺ കൗൺസിൽ, അടുത്ത അഡ്വക്കറ്റിൻ്റെ വാദമാണ്. അപ്പിയറിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പോണ്ടൻറ്റിന് വേണ്ടി, എതിർകക്ഷിക്ക് വേണ്ടി ഹാജരായ ആളാണ് വാദിക്കുന്നത്. ആർഗ്യൂഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 102nd Amendment 2018 came into effect on 1/8/2018. 102ാമത്തെ ഭരണഘടനാ ഭേദഗതി 2018 നിലവിൽ വന്നു. അത് നിലവിൽ വന്നത് 1/8/2018 ആർട്ടിക്കിൾ 338B വാസ് ഇൻസേർട്ടഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അതിനെ ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടി ഒരു നാഷണൽ കമ്മീഷനെ 338B പ്രകാരം ഭരണഘടനാ പദവി കൊടുത്തുകൊണ്ട് നിലനിർത്തി. ദ റിയൽ ക്വസ്റ്റ്യൻ ഫോർ കൺസിഡറേഷൻ, ഇതിന് വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത് ദ റിയൽ ക്വസ്റ്റ്യൻ ഫോർ കൺസിഡറേഷൻ ഈസ് ഇൻറ്റർപ്രട്ടേഷൻ ഓഫ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 338, 338A, 338B, ആർട്ടിക്കിൾ 341, 342, 342A, 366 സപ്ലോസ് 24, 366, 26C. അതിന് ഞാൻ ഒരു അറ്റം പോലെ പറഞ്ഞുതരാം. 366, 26C എന്ന് പറഞ്ഞാൽ പട്ടികവർഗ ലിസ്റ്റ്. പട്ടികവർഗത്തിനെ എന്താണ് പട്ടികവർഗം എന്ന് വിശദീകരിക്കുന്നതാണ്.
വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യെസ്, 366 എന്ന് പറയുന്നത് ഭരണഘടനയുടെ നിർവചനങ്ങളാണ്. എല്ലാ നിയമത്തിലും നിർവചനങ്ങൾ ആദ്യമാണ് വരുന്നത്. രണ്ടാമത്തെ സെക്ഷനിലോ മൂന്നാമത്തെ സെക്ഷനിലോ ആണ് നിർവചനം വരിക. ഭരണഘടന നിർവചിക്കുന്നത് 366-ലാണ്. 366-ലെ 26C, 366-ലെ 26 എന്ന് പറയുന്നത് ഈടുപത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈടുപത്രങ്ങൾ എന്നതിൽ സർക്കാർ നൽകുന്ന കടപ്പത്രവും ഉൾപ്പെടും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 366-സിയിൽ പറഞ്ഞിട്ടുള്ളത് പട്ടികവർഗം എന്താണെന്നാണ്. പിന്നെ 366-24 പറയുന്നത് പട്ടികജാതി എന്താണെന്ന്. അവിടെ നോക്കൂ, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. പട്ടികജാതി എന്നാൽ ഈ ഭരണഘടനയുടെ ആവശ്യങ്ങൾക്കായി 341 അനുച്ഛേദ പ്രകാരം പട്ടികജാതികളായി കരുതപ്പെടുന്ന ജാതികളോ വർഗങ്ങളോ ഗോത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജാതികളോ വർഗങ്ങളോ ഗോത്രങ്ങളോ ഭാഗങ്ങളോ അവാന്തര വിഭാഗങ്ങളോ ആണ്. അപ്പം 366-24 കഴിഞ്ഞു. 342A അതും കൂടി പറഞ്ഞുതരാം. 342 നോക്കൂ. 342 1 342 2 എന്ന് പറഞ്ഞ 2 സബ് ക്ലോസുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നത് ഭരണഘടനയുടെ മലയാളം പതിപ്പാണ്. ഭരണഘടന മലയാളം പതിപ്പ് ഈ കേരളത്തിൽ ഏത് നിയമ ബുക്ക് സ്റ്റാളിലും കിട്ടും, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ വില 352 രൂപയോ അത്രയും കണ്ടാണ്. ആ 352 രൂപ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം മൊത്തമായി കിട്ടുന്നതാണ്. അപ്പോൾ അതെടുത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ജഡ്ജിമെൻ്റ് എടുത്ത് വെച്ചാൽ ഇതെല്ലാം നോക്കി മനസ്സിലാക്കാവുന്നതാണ്. 342A നോക്കൂ. 342Aയിൽ പറയുന്നത് രാഷ്ട്രപതിക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ സംബന്ധിച്ച് അത് ഒരു സംസ്ഥാനമാണെങ്കിൽ അതിലെ ഗവർണറോട് ആലോചിച്ച ശേഷം പൊതുവിജ്ഞാപനം വഴി ആ സംസ്ഥാനത്തെയോ യൂണിയൻ പ്രദേശത്തെയോ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ ആവശ്യങ്ങൾക്ക് പട്ടിക ഗോത്രങ്ങളായി കരുതേണ്ട ഗോത്രങ്ങളെയും വർഗ സമുദായങ്ങളെയും അല്ലെങ്കിൽ ഗോത്രങ്ങളുടെയും ഗോത്രവർഗ സമുദായങ്ങളുടെയും ഭാഗങ്ങളെയും അല്ലെങ്കിൽ അവയിലെ അവാന്തര വിഭാഗങ്ങളെയും നിർദ്ദേശിക്കാവുന്നതാണ്. പക്ഷേ 342Aയിലൊന്നും അതിനെ സബ്ക്ലോസിഫിക്കേഷൻ നടത്താൻ പറയുന്നില്ല എന്നതാണ് വാദം. പിന്നെ 342 അത് നമ്മൾ പറഞ്ഞല്ലോ. 342A പറഞ്ഞാൽ 342 അതിൽ വന്നു കഴിഞ്ഞു. ഇനി 342B നോക്കൂ. അവിടെ ഒന്നാം ഖണ്ഡം പുറപ്പെടുവിച്ചിരിക്കുന്ന 341 പറഞ്ഞതുപോലെ ഒരു വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പട്ടിക ഗോത്രത്തിലെ ലിസ്റ്റ് പാർലമെൻറ്റ് നിയമം വഴി ഏതെങ്കിലും ഗോത്രവർഗത്തെയോ ഗോത്രവർഗ സമുദായത്തെയോ അല്ലെങ്കിൽ ഗോത്രത്തെയോ ഗോത്രവർഗ സമുദായത്തെയോ ഭാഗത്തെയോ അതിൻ്റെ അഭ്യന്തര വിഭാഗങ്ങളെയോ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. പക്ഷേ ലിസ്റ്റിനകത്ത് സബ്ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റുമെന്ന് പറയുന്നില്ല. ലിസ്റ്റിനകത്ത് സബ്ക്ലാസിഫിക്കേഷൻ നടത്താമെന്ന് ഇവിടെങ്ങും പറഞ്ഞിട്ടില്ല. 341-ലും 342-ലും പറയുന്നില്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നിയമം പറയുന്നത് മുടിനാരഴ കീറിയാണ് കോടതിയിൽ പരിശോധിക്കുന്നത്. പട്ടികജാതി ലിസ്റ്റിൽ കുറച്ച് പേരെ ചേർക്കാമെന്നും പട്ടികജാതി ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേരെ ഒഴിവാക്കാമെന്നേ പറയുന്നുള്ളൂ. അതിനെ തരംതിരിക്കണമെന്നും ഇവിടെ പറയുന്നില്ല, തരംതിരിക്കാമെന്നും പറയുന്നില്ല. പിന്നെ 341 അത് വായിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളെപ്പോഴും വായിക്കുന്ന 341 പട്ടികജാതി ലിസ്റ്റാണ്. പിന്നെ എത്ര 338Aയും Bയും 338Aയും Bയും നോക്കൂ. 338Aയും Bയും പറയുന്നത് പട്ടികജാതി കമ്മീഷൻ്റെ അധികാരത്തെക്കുറിച്ചാണ്. അത് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. 348Aയും Bയും പട്ടികജാതി കമ്മീഷൻ അധികാരമാണ്. എൻ്റെ എ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു തരാം. ദേശീയ പട്ടിക ഗോത്ര കമ്മീഷൻ. പട്ടിക ഗോത്ര വർഗങ്ങൾക്ക് വേണ്ടി ദേശീയ പട്ടിക ഗോത്ര കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ ബി എന്താ പറയുന്നത്? ഇതിലേക്ക് പാർലമെൻറ്റ് ഉണ്ടാക്കിയ ഏതെങ്കിലും നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി കമ്മീഷന് ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ നിയമിക്കപ്പെട്ട ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റംഗങ്ങളുടെ സേവനത്തിന് വേണ്ടിയും ഉദ്യോഗകാലാവധിയും ചട്ടം ആരാണ് തീരുമാനിക്കുന്നത്?
പാർലമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ 338 എയും ബിയും പട്ടികജാതി ഗോത്ര കമ്മീഷനാണ്. 16 എന്താ നമ്മൾ പറയുന്നത്? 14 നമ്മൾ പറഞ്ഞു ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു. നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് പറഞ്ഞു. 15 എന്താ പറയുന്നത്? മതമോ വർഗമോ ജാതിയോ ലിംഗമോ ജന്മസ്ഥലമോ കാരണമാക്കിയിട്ടുള്ള വിവേചനത്തിൻ്റെ നിരോധനമാണ്. അപ്പോൾ പട്ടികജാതിക്കകത്ത് തന്നെ മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ലിംഗത്തിൻ്റെ പേരിലും ജന്മസ്ഥലത്തിൻ്റെ പേരിലും എന്ത് ചെയ്ത് പാടില്ല, അവരെ തരംതിരിക്കാൻ പാടില്ല. മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയിൽ ഏതെങ്കിലും മാത്രമായി കണക്കാക്കി രാഷ്ട്രം യാതൊരു പൗരനെയും വിവേചനം കാണിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ 14, 15, 16 ഇനി പറയുന്നത് എന്താ? പൊതുജീവിതം സംബന്ധിച്ച വിഷയങ്ങൾ അവസര സമത്വം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവസര സമത്വം പറഞ്ഞാലും ശരി തന്നെ ഇവിടുത്തെ വാദം പട്ടികജാതിക്കാരെ എന്ത് ചെയ്യാൻ പാടില്ല, തരംതിരിക്കാൻ പാടില്ല. നോക്കൂ അടുത്ത സെൻറ്റൻസ്. The parliament alone has power to deal with the scheduled caste. One president notifies the scheduled caste list. വളരെ വ്യക്തമായി പറയുന്നു, പാർലമെൻറ്റ് മാത്രമേ ഹാസ് ദ പവർ, അധികാരമുള്ളൂ, ടു ഡീൽ, എന്തിന്? ടു ഡീൽ ചെയ്യാൻ, വിത്ത് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. വൺ പ്രസിഡന്റ് നോട്ടിഫൈ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ലിസ്റ്റ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഒരു തവണ പ്രസിഡന്റ് പ്രസിദ്ധീകരിച്ചാൽ പാർലമെൻറ്റിനല്ലാതെ നിയമസഭയ്ക്ക് അതിലിടപെടാൻ അധികാരമേ ഇല്ല. ഓക്കെ, അതൊരു വലിയ പിടിവലിയാണ്. He relied upon Beer Singh case to submit E.V. Chinnaya has correctly decided. Beer Singh കേസ് എന്ന് പറയുന്ന ഒരു കേസുണ്ട്. ആ കേസും പറയുന്നത് എന്താണ്? പാർലമെൻറ്റ് മാത്രമേ അധികാരമുള്ളൂ, നിയമസഭയ്ക്ക് അധികാരമില്ല എന്ന്. ചിന്നയ്യ കേസ് നിലനിൽക്കത്തില്ല എന്ന് പറയുന്നു. ദി ബേസിക് ക്വസ്റ്റ്യൻ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഫെഡറലിസം. അതാണ് ഫെഡറലിസത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ദ പവേഴ്സ് കൺഫേർഡ്. നോക്കൂ, ദ ബേസിക് ക്വസ്റ്റ്യൻ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഫെഡറലിസം, ദ പവർ കൺഫേർഡ് ഓൺ ദ പാർലമെൻറ്റ് ടു അമെൻഡ് ദ ലിസ്റ്റ് cannot be വിറ്റേഡ് ഡൗൺ ആൻഡ് ഡൈലൂട്ടഡ് ബൈ ഇൻറ്റർപ്രറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അത് വളരെ കറക്റ്റായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നിയമപഠനവും നിയമത്തെക്കുറിച്ച് അറിവ് വെച്ച് പറയുകയാണ്, വളരെ കറക്റ്റായിട്ട് അത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പോയിൻ്റ് ഔട്ട് ചെയ്തേ? ദ പവേഴ്സ് കൺഫേർഡ് ഓൺ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിന് കൊടുത്തിട്ടുള്ള അധികാരം, ആര് കൊടുത്തിട്ടുള്ള അധികാരം? ഭരണഘടന കൊടുത്തിട്ടുള്ള അധികാരം. ടു അമെൻഡ് ദ ലിസ്റ്റ്, പട്ടികജാതി ലിസ്റ്റിനെ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റിന് കൊടുത്തിട്ടുള്ള അധികാരം. cannot വിറ്റേഡ് ഡൗൺ ആൻഡ് ഡൈലൂട്ടഡ് ബൈ ഇൻറ്റർപ്രറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ. അതിനകത്ത് വെള്ളം ചേർക്കുന്നതിന് വേണ്ടി ഭരണഘടനയുടെ മറ്റു മാർഗങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് നമുക്ക് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട വാദമാണ്. ദ പവേഴ്സ്, വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോണം. ദ പവേഴ്സ് കൺഫേർഡ് ഓൺ ദ പാർലമെൻറ്റ്, പാർലമെൻറ്റിന് കൊടുത്തിട്ടുള്ള അധികാരം. ടു അമെൻഡ് ദ ലിസ്റ്റ്, എന്തധികാരം? പട്ടികജാതി ലിസ്റ്റിനെ ഭേദഗതി നൽകുന്നതിന് വേണ്ടി പാർലമെൻറ്റ് കൊടുത്തിട്ടുള്ള അധികാരം. കനോട്ട് ബി വിറ്റേഡ് ഡൗൺ, അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? വലിച്ച് താഴെയിടാൻ പാടില്ല. വിറ്റേഡ് ഡൗൺ ആൻഡ് ഡൈല്യൂട്ട്, അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ബൈ ഇൻറ്റർപ്രറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ, ഭരണഘടനയിലെ മറ്റ് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പാർലമെൻറ്റ് അധികാരത്തിനെ വലിച്ച് താഴെയിടുകയോ അതിൽ വെള്ളം ചേർക്കാനോ പാടില്ല. ദി റെഫറൻസ് ടു ദ ലാർജർ ബെഞ്ച് ഈസ് നോട്ട് അറ്റ് ആൾ വാറണ്ടഡ്. അതുകൊണ്ട് മുകളിലേക്കുള്ള ഒരു ബെഞ്ചിലും ഈ കോടതി വിധി കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഇതിവിടെ തന്നെ തീരുമാനിക്കണമെന്ന് വളരെ ശക്തമായി പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ 15-ാമത്തെ പേജ് മുതൽ 25-ാമത്തെ പേജ് വരെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് അവസരം ഉണ്ടായിരിക്കും. ആ ചർച്ചയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരേ സമയം മൈക്ക് ഓണാക്കരുത്. ആരാണോ ചർച്ച ചെയ്യുന്നത് അവർ മാത്രം മൈക്ക് ഓണാക്കുക, അവർ മാത്രം സംസാരിക്കുക. അവർ സംസാരിച്ചിട്ട് ലെഫ്റ്റ് അടിച്ച് പോയാലും കുഴപ്പമില്ല. വീണ്ടും സംസാരിക്കാൻ നിന്നേ സംസാരിക്കാവൂ. പോയിന് പുറത്തേക്ക് പോകരുത്. പുറത്തേക്ക് പോയി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഭാവിയിൽ നമ്മൾ എങ്ങനെ സമരം ചെയ്യുമെന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഭാവിയിൽ സമരം ചെയ്യുന്ന അതാത് സംഘടനകൾ ആലോചിച്ച് സമരം ചെയ്താൽ മതി. ഓക്കെ, ഒരറ്റം മുതൽ വിളിക്കാം. ആവശ്യമാണെന്നും അതിനോടനുബന്ധിച്ച് അവർ ചില ഡേറ്റയും കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡേറ്റകളെല്ലാം കളക്ട് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ പോലും
നമ്മളെ പോലുള്ള സമുദായ സംഘടന അല്ലെങ്കിൽ സമുദായ സംഘടനകളിലെ നേതാക്കന്മാർ ഈ കാര്യം അറിയാത്തതുകൊണ്ടാണ് ഇതിനൊന്നും ഒരു 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 മറുപടി കൊടുക്കാതെ പോകുന്നത്. അതാണ് ആ കമ്മീഷൻ പിന്നീട് അത് തീരുമാനമായി പോകുന്നത്. ഈ ലോക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 65 ഞാൻ പഠിക്കട്ടെ, അതിനെപ്പറ്റി ഞാൻ പറയാം. അന്ന് പറഞ്ഞ കേരളത്തിൽ നിന്ന് 4 സമുദായങ്ങൾ ഒഴിവാക്കണമെന്ന് അന്ന് പുള്ളി അവർ പറഞ്ഞിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു 3-4 കേസുകൾ പിന്നീട് വന്നിട്ടുണ്ട്. ആ കേസുകൾ അനുസരിച്ച് തന്നെ ഒരു ഒ പി ശുക്ലയുടെ കേസ് വന്നിരുന്നു. അതിനകത്ത് ഒരു 4 സമുദായങ്ങളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് പുള്ളി ഒരു 8 വർഷം മുമ്പ് ഒരു കേസ് വന്നു. അതിനകത്ത് ഒരു കക്ഷിയായിരുന്നു ഞങ്ങളുടെ സമുദായം. ആ കക്ഷി അവസാനം അതിനകത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊരു ഒരു ഡേറ്റ ഇല്ലാതെ ചുമ്മാ 65 ഉണ്ടാക്കിയ ഒരു ഡേറ്റ. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ എത്ര ശേഷം കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒരു ജോലി കിട്ടെ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റിസർവേഷൻ ഇംപ്ലിമെന്റ് ഏതാണ്ട് 69 ശേഷമാണ്. ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷമാണ് റിസർവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന 69 നാഷണലൈസ് ശേഷം 73-74 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് റിസർവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഞാനൊക്കെ 76 കയറുന്നവർക്ക് അന്ന് തന്നെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്തിട്ടാണ് പലരും കയറാൻ പറ്റിയത്, ഒരു പ്രൊമോഷൻ വന്നത്. അപ്പം ഈ പറയുന്ന റിപ്പോർട്ടുകൾ പലതും ബേസിസ് ഇല്ലാതെ ചെയ്യുന്നത്. അപ്പൊ അന്ന് പറഞ്ഞ ഒരു 4 സമുദായങ്ങൾ കേരളത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു ബേസ് ഇല്ല, ഒരു റാഡിക്കലായിട്ട് ബേസ് ഇല്ല. അപ്പൊ ഞങ്ങൾ IT ഇൻഫർമേഷൻ ബാങ്കിൽ ഈ സമുദായങ്ങൾ, ഈ 4 സമുദായങ്ങളിൽ എത്ര IAS കാരുണ്ടായിട്ടുണ്ട്, എത്ര MLA-മാരുണ്ട്, എത്ര ഫസ്റ്റ് ക്ലാസ് ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു ഡേറ്റ കൊടുക്കാറുണ്ട്. അതിനകത്തൊന്നും ആളില്ല. അപ്പോൾ ഈ ഡേറ്റയാണ് ഞങ്ങൾ അന്ന് സുപ്രീം കോടതി കൊടുത്തത്. അവസാനം ആ കേസ് പുള്ളി തന്നെ ശുക്ല തന്നെ അത് വിഡ്രോ ചെയ്യാനുണ്ടായ ആ കേസ്. അപ്പൊ ഇതുപോലത്തെ ഒത്തിരി ഡേറ്റകൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്, നമ്മൾ നേതാക്കൾ അറിയാതെ പോകുന്നുണ്ട്, വരുന്ന ചില പാളിച്ചകളാണ് പിന്നീടുള്ള കേസുകൾക്ക് ആധാരമായി വരുന്നതെന്ന് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. Yes, very good presentation. Yes, പ്രസാദ് കൃഷ്ണൻ. ഹലോ സാറേ, ജെബി സാർ പറയൂ, കേക്കട്ടെ. അതെ, എനിക്ക് ഒരു സംശയമാണ്. 1950 പ്രസിഡന്റ് ഓർഡർ ആയതുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടാൻ പാടില്ലെന്ന് പറയുന്നത്. യെസ്. അപ്പൊ പാർലമെന്റിന് അധികാരമോ? ഇത് പാർലമെന്റിന് മാത്രമായ അധികാരം കൊടുത്തിരിക്കുകയാണ്, ഭരണഘടന അധികാരം കൊടുത്തുള്ളൂ പ്രത്യേകം. അതിന്റെ കാര്യം പ്രസിഡൻഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ ഡിസ്ക്രിയേഷനാണ്. പ്രസിഡന്റിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് അധികാരമില്ല? ഇന്ത്യയിലെ ഒരു കോടതിക്കും അധികാരമില്ല. ആകെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതി ചെയ്യാൻ പറ്റുന്നത് പാർലമെന്റ് മാത്രമേ ഉള്ളൂ, നിയമസഭയ്ക്ക് ഇല്ല. ആ വാദം വളരെ സ്ട്രോങ് ആർഗ്യുമെന്റാണ്. ഇറ്റ്സ് എ സ്ട്രോങ് ആർഗ്യുമെന്റ്. അതെ അതെ, പാർലമെന്റിന് ചെയ്യാമല്ലോ. പാർലമെന്റ് ചെയ്യാം, പാർലമെന്റ് ചെയ്യാലോ, ചെയ്യാം, പാർലമെന്റ് ചെയ്യാം. അങ്ങനെ വന്നാലും ഈ കേസ് നിലനിൽക്കത്തില്ല. ഇതിപ്പം പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ ഉത്തരവാണല്ലോ. അപ്പൊ ഈ കേസ് അടിച്ചങ്ങ് പോകുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സാറേ, പഞ്ചാബാണ് ഇങ്ങനെ കേസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. ചെയ്യാം. അതാണല്ലോ ഞാനും പറഞ്ഞത്, പാർലമെന്റ് ചെയ്യാം. എന്നാലും ഈ കേസ് പോകുമെന്നാ പറഞ്ഞത്. ഇപ്പൊ ചർച്ച ചെയ്യുന്ന കേസ് പോയി. പാർലമെന്റ് നിയമനിർമ്മാണം കൊണ്ടുവരുമ്പോൾ നമ്മൾ മേലോട്ട് നോക്കിയിരിക്കരുത്. നമ്മൾ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പണി വേറെ ചെയ്യണം. പഞ്ചാബ് കേസ് പോകും. ഓക്കെ. യെസ്, അടുത്ത ആള് നിർത്തിയോ? പ്രസാദ് നിർത്തിയോ? ഞാൻ ചോദിക്കാം. യെസ്. അടുത്ത നമ്മുടെ സജ്ജൻ കുമാർ റെഡിയാണോ? KC രമേശ് പെരുമ്പാവൂർ റെഡിയാണെങ്കിൽ പറ, കേക്കട്ടെ. സാറേ, ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഞാൻ സാറിന്റെ സംസാരം മുഴുവൻ കേട്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. എനിക്ക് ഈ കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് ശ്രദ്ധിച്ചു വരികയാണ്. അപ്പൊ സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ ക്വസ്റ്റ്യൻസ്. പിന്നെ ഇവിടെ നല്ല മഴയാണ്, അത് കാരണം എനിക്ക് അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് കൂടി ഉണ്ട്. ഓക്കെ സാർ. മൈക്ക് ഓഫ് ചെയ്തോളൂ. നമ്മുടെ അനിൽകുമാർ തിരുവനന്തപുരം റെഡിയാണെങ്കിൽ സംസാരിക്കൂ. ഹലോ സാറേ. യെസ്, നമസ്കാരം സാറേ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ ഇവിടെ മഴയാണ്, കേൾക്കാൻ കുറവ് ബുദ്ധിമുട്ടുണ്ട്. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. എന്തായാലും ചർച്ച ഭയങ്കര പോസിറ്റീവ് ചർച്ചയാണ്. കാര്യം ഈ ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട് സാർ. എന്തുകൊണ്ടാണ് ആ വാൽമീകി എന്ന സമുദായത്തിന്
ഇങ്ങനെ ഒരു ഇത് ചെയ്യാനുണ്ടായ ഒരു റീസൺ? കാരണം നമുക്ക് ഇവിടെ ഉണ്ടാവും, നമ്മൾ അത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അത് ഹരിയാന, പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം പറയുന്നത് പട്ടികജാതിയിലുള്ള ആൾക്കാരുടെ ഉദ്യോഗം, വിദ്യാഭ്യാസത്തിനെ കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെ അവർ സർവേ നടത്തി. അതെ. ആ സർവേ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായും അല്ലാതെയും പിന്നോക്കം നിൽക്കുന്നത് വാൽമീകിയും മൊഷസാവ് സിഖ് എന്ന് പറയുന്ന പട്ടികജാതി വിഭാഗവുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് മറ്റ് നമ്മുടെ സമുദായങ്ങൾ കൂടെ അതിന് ചർച്ചയിൽ കൂടെ അല്ലേ അത് കൊണ്ടുവരേണ്ടത്, അല്ലേ അല്ലേ സാറേ? അല്ല, അതിനു വേണ്ടി ഇന്നലെ ഒരു സജഷൻ പൊങ്ങി വന്നായിരുന്നു. അങ്ങനാണെങ്കിൽ നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലല്ലോ, അവർക്കൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തിയാൽ പോരെ എന്നൊരു ചർച്ച വന്നായിരുന്നു. അതെ. ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസ്കഷൻ. സാർ അങ്ങനെയാണെങ്കിൽ ഇതിപ്പം റിസർവേഷനകത്ത് വരുന്നതാണ്. അപ്പൊ അങ്ങനെ അവര് വന്നില്ലെങ്കിൽ റിസർവേഷനകത്ത് അത് തികയാത്തതുകൊണ്ട് പുറത്തുള്ള റിസർവേഷനിൽ നിന്ന് 1%-2% കടമെടുത്ത് അവരെ അവരനുവദിക്കുന്നില്ലല്ലോ. അതെ. അത് മറ്റു സമുദായം അനുവദിക്കത്തില്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റില്ല. ഇല്ല. അതെ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് സ്കോപ്പ് ഉള്ളതാണ്. അതെ അതെ അതെ. വാൽമീകി സമുദായത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ്, ഈ മഷവ സിഖ് എന്ന് പറയുന്ന സമുദായത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവ്. ഇപ്പോൾ ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ലേ കേരളത്തിൽ? നടത്തുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജി സെലക്ഷനിൽ ഇത് SC-ക്ക് സീറ്റില്ലായിരുന്നു, ദളിത് ക്രൈസ്തവർക്കായിരുന്നു സീറ്റുള്ളത്. എന്ന് പറഞ്ഞാൽ SC-ക്കും ഈഴവയ്ക്കും മുസ്ലിമിനും മാത്രമേ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ജഡ്ജി സെലക്ഷൻ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി, അതുപോലെ നടത്തിയാൽ പോരെ എന്നാണ് ചോദ്യം. അതെ അതെ. എന്തായാലും കഴിഞ്ഞു. വേറെ ഇനി സാർ ഇതില് ഇപ്പം ഈ ഒരു ഇതിപ്പോ നമ്മുടെ ലോക്സഭ അല്ലെങ്കിൽ അല്ലെ ഇതിന് തീരുമാനം എടുത്താൽ ഇതിനെ വേണം അമെന്റ്മെന്റ് ചെയ്യാം, അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ? അപ്പൊ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ അവരെ വഴിക്ക് പോകും. പക്ഷെ അല്ലല്ല, അതിനകത്ത് ശരിക്കൊരു വാദം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു SC-യിൽ നിന്ന് ഒരു വിഭാഗത്തിനെ മാറ്റുന്നതിനും SC-യിലേക്ക് ഒരു വിഭാഗത്തിനെ കൂട്ടിച്ചേർക്കുന്നതിന് മാത്രമേ പാർലമെന്റ് അധികാരമുള്ളൂ. SC എന്ന വിഭാഗത്തിനെ വെട്ടിമുറിക്കാൻ അധികാരമില്ല എന്നും വാദിച്ചിട്ടുണ്ട്. അതൊരു വലിയ പോയിന്റല്ലേ? 341 പ്രസിഡന്റിയൽ ഓർഡർ ആയതുകൊണ്ട് വെട്ടിമുറിക്കാൻ പറ്റത്തില്ല. എടുത്തു മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ SC ലിസ്റ്റിൽ വരുന്നതിന്റെ 10 ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാം പാലിക്കേണ്ടി വരും. അതെ. ഓക്കെ. വരണ്ട. ഓക്കെ സാർ. ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ സ്വയം ഈ പറഞ്ഞ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമല്ല, അത് കൃത്യമായി നമ്മളിപ്പം 18 പേരാ ലിസ്റ്റ് ഇതിനകത്ത് ക്ലാസ്സിലുള്ളത്. ഒന്ന് ഞാനാ. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 16 പേരേ ഉള്ളൂ. രണ്ടാമത്തത് എന്റെ കമ്പ്യൂട്ടറാ. അതെ. അത് മാത്രമല്ല, തുടക്കത്തിൽ സാർ 27 ഉണ്ടായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ സമയം വന്നപ്പോ എല്ലാരും പോയതുപോലെ ഒരു ഫീലിംഗ്. അത് കുഴപ്പമില്ല, അവർക്ക് കിട്ടാനുള്ള കിട്ടി, അവർ ചർച്ച ചെയ്യാൻ റെഡി അല്ല, അതുകൊണ്ടാ പോയത്. വിട്ടുകളാ. അതെ സാർ. അതുപോലെ ഒരു കാര്യം കൂടെ, ഞാൻ ഇടയ്ക്കൊരു മീറ്റിംഗില് കയറിയപ്പോ എനിക്ക് കയറാൻ, നമ്മുടെ അല്ല വേറൊരു മീറ്റിംഗില് 1000-ഓളം പേര്, 1000 പാർട്ടിസിപ്പന്റ് ഉണ്ട്. പക്ഷെ പ്രശ്നങ്ങളുള്ള നമ്മള് ഇപ്പോഴും ഈ പറഞ്ഞില്ലേ, നമ്മുടെ ആൾക്കാരുടെ ഒരു മെസ്സേജ് അയച്ചാലും അവർ കയറാനുള്ള സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ളൊരു. അതിന്റെ വിഷയം അതല്ല. ഈ കയറാൻ പറ്റാത്തവർ ആരാന്നറിയാമോ? ഞാനാണ് രാജാവ്, എന്റെ വീടാണ് കൊട്ടാരം. അതെ. എന്റെ സംഘടനയാണ് വലുത്, ആ സംഘടനയാണ് ഇന്ത്യയിലെ ലോകത്തിലെ 1ാം സംഘടന എന്ന് വിചാരിച്ചിരിക്കുന്നവരാ വരാത്തെ. അതെ. അതെ സാർ. ഞാൻ തന്നെ ഇത് ഏകദേശം ഒരു 3-4 ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഒരാൾ പോലും ഇത് വന്നിട്ടില്ല. നന്നായി, ആരും വന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും. അതെ. അപ്പൊ എനിക്കിത് മാത്രമേ സാറേ. നമുക്ക് 10 മണിക്ക് ഒതുക്കണം. അടുത്ത ആള് വാ. ഡിസ്കഷൻ. ഗോപി സാർ റെഡിയാണോ? ഗോപി സാറിന്റെ മൈക്കോണോ? പറയൂ, കേക്കട്ടെ. റെഡിയാണ് സാർ. എനിക്ക് പിന്നെ ഇതുവരെ വായിച്ച്
മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഗ്രഹിച്ചത് ഇങ്ങനെയാണ്: SC/ST-ക്കുള്ളിൽ സബ് ക്ലാസിഫിക്കേഷൻ അനുവദനീയമല്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ ക്രീമി ലെയർ നിലനിൽക്കുമോ? ക്രീമി ലെയർ SC/STക്ക് 341-ൻ്റെയും 342-ൻ്റെയും പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് ക്രീമി ലെയർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് വക്കീൽ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. ഓക്കെ സർ, താങ്ക് യു. ഞാനും അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു. യെസ്, അല്ല നമുക്ക് നമ്മുടെ അഭിപ്രായമല്ലേ പറയാൻ പറ്റൂ. അല്ല, ഞാനും അങ്ങനെ മനസ്സിലാക്കിയത്. അത് ശരിയാണോ എന്നാണ്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ശരി ശരി ശരി. അടുത്തയാള്. ആരും വിഷമിക്കണ്ട, എല്ലാവർക്കും ഞാൻ അവസരം തരുന്നതായിരിക്കും, എത്ര സമയം ഇരിക്കേണ്ടി വന്നാലും. യെസ്, അജയകുമാർ ചെമ്പകശ്ശേരി സംസാരിക്കുന്നോ? പിന്നെ സന്ദീപ് കുട്ടൻ സംസാരിക്കുന്നോ? പയസ് രാമപുരം സംസാരിക്കുന്നോ? ബാലചന്ദ്രന്റെ ഐഡിയിൽ കയറി ആരെങ്കിലും സംസാരിക്കുന്നോ? ബാബു കെ സംസാരിക്കുന്നോ? ഞാൻ ഈ പേര് വിളിച്ച ആരെങ്കിലും റെഡിയാണേ മൈക്കോണാക്കൂ. അഭിഷേക് സംസാരിക്കുന്നോ? ശശി പാട്ടയം കുന്നത്ത്. ശശി ഏട്ടാ, വീഡിയോ ഓണാക്ക്. ജയ് ഭീം, നമസ്കാരം. കുറച്ച് നാള് കാണുന്നില്ലല്ലോ. ഞാന് പെട്ടെന്ന് നമ്മുടെ ഏട്ടന്റെ മരണമൊക്കെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് സംഭവിച്ചു. അപ്പൊ അതിനെ കുറിച്ച് ഞാനധികം പറഞ്ഞു. അത് പുള്ളിക്ക് സാധാരണ പനിയൊക്കെ ഉണ്ടായതാണ്. അപ്പോ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു തിരൂരിലെ. അപ്പോ അന്ന് ആ ഡോക്ടറാണെങ്കിൽ ക്വാറന്റൈനിൽ പോയി. പഞ്ചാബ് ഹൈക്കോടതിന്റെ മാത്രമാണോ അതോ സുപ്രീം കോടതി? പഞ്ചാബ് ഗവൺമെന്റ് ഉത്തരവാണെങ്കിലും ഗവൺമെന്റ് ഉത്തരവാണല്ലേ ഇതിനകത്തൊരു വിധി പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം ബാധകമാകും. ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റും ഇതുപോലെ നിയമം ഉണ്ടാക്കും. അപ്പൊ അത് നമുക്ക് കേരളത്തെയും ബാധിക്കും. സാമ്യമില്ലാത്ത കാര്യമല്ലേ? അപ്പൊ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പോ എന്താണ് സാറേ സൊല്യൂഷൻ? വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പോയിന്റുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് സാമുദായിക സംഘടന വഴിയോ മറ്റു സംഘടന വഴിയോ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റൂ. സാർ, ഇപ്പൊ ഈ പഞ്ചാബില് അവിടുത്തെ ഈ ഗവൺമെന്റിന്റെ ഉത്തരവ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ടൊന്ന് സാർ ഒന്ന് പറയാൻ പറ്റുമോ? തിരക്കില്ലെങ്കിൽ എങ്ങനെയാണ്? നിങ്ങൾ ലേറ്റായാ വന്നല്ലേ? ഞാൻ ലേറ്റായി. ഞാൻ ഇതിന്റെ പ്രാധാന്യം എനിക്ക് അറിയാൻ ചെയ്യും. ഞാനും മൈൻഡ്. എന്നാലും ഇത്രയും പ്രധാനമുള്ള കേസല്ലേ സാറേ നമുക്കത്. പിന്നെ അവിടെ നമ്മുടെ ആ മീറ്റിംഗ് ഒക്കെ ഇന്ന് ക്ലാസ്സിൽ പോകേണ്ട എന്നെ വിളിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ്, മഴയും കാറ്റൊക്കെ ആയിട്ട്. നമുക്ക് അവിടെ നമ്മുടെ രണ്ടാമത്തെ മീറ്റിംഗ് ഇന്നിപ്പോ അവിടെ സഹകരണ സംഘത്തിന്റെ ഭാരവാഹികൾ പഞ്ചാബ് എന്ന് പറയുന്ന എല്ലാവർക്കും കൂടെ കേൾക്കാൻ വേണ്ടി പറയണം കേട്ടോ. ഒരു തവണ കൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് വാത്മീകി എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. അത് പട്ടികജാതിയിൽ പെടുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ചിഹ്നം ചൂലാണ്. ചൂലാണ് അവരുടെ ഔദ്യോഗിക ചിഹ്നം. ഈ വാത്മീകി സമുദായവും മൊഴവി സിഖ് എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ഈ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം ഒരു പഠനം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നോക്കമായി നിൽക്കുന്ന പട്ടികജാതി സമുദായമാണ് വാത്മീകിയും മൊഴവ സമുദായവും എന്നാണ് പഞ്ചാബ് ഗവൺമെന്റ് കണ്ടെത്തൽ. പക്ഷെ അതിനെയൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം. നമ്മുടെ ഗോപി സാറ് പറഞ്ഞു. ഈ വാത്മീകി എന്ന് പറയുമ്പോഴേ ഈ നമ്മുടെ ഹൈന്ദവ പുരാണത്തിലൊരു വാത്മീകിയെ പറ്റി പറയുന്നുണ്ട്. പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പിന്തുടർച്ചക്കാർ തന്നെ. അങ്ങനെയാണെങ്കിൽ സാർ ഇവരെങ്ങനെ എസ് സിയിൽ വരുന്നത്? അത് എസ് സി ആണല്ലോ. അല്ല, ഈ വാത്മീകി എന്ന് പറഞ്ഞ പുരാണത്തിൽ ഒരു മഹർഷിയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആയിക്കോട്ടെ, മഹർഷി എസ് സി മഹർഷിയാണ്. എസ് സിക്കാർക്ക് സ്വന്തമായിട്ട് മഹർഷിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ ആവശ്യമില്ലാത്ത കാര്യമല്ലേ? ഓക്കെ സാർ, ഓക്കെ സാർ. അപ്പൊ രാമായണം എഴുതിയത് വാത്മീകിയാണെന്നല്ല പറയപ്പെടുന്നത്. അത് തന്നെ ഞാനും പറഞ്ഞു. അപ്പൊ രാമായണത്തിന് അത്രയും പ്രാധാന്യം ഹൈന്ദവ സമൂഹത്തിൽ ഭാരതത്തിന്റെ അടിസ്ഥാന ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. അപ്പോ ഈ റിപ്പോർട്ടിനെ ഒരു സംഘടനയും ചോദ്യം ചെയ്തിട്ടില്ല. ഏത് റിപ്പോർട്ടിനെ? വാത്മീകി പിന്നോക്കമാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല.
അതുകൊണ്ട് വാത്മീകി എന്ന് പറയുന്ന സമുദായത്തിന് വേണ്ടി മൊത്തം പട്ടികജാതി സമുദായത്തിലെ സംവരണത്തിൻ്റെ 50% കൊടുത്തുകൊണ്ട് ഒരു സർക്കുലർ പഞ്ചാബ് ഗവൺമെൻറ് ഇറക്കി. ആ സർക്കുലറിനെ പഞ്ചാബ് ആൻഡ് ഹരിയാന, പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടെ ഒരു കോടതിയേ ഉള്ളൂ. ഈ കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് എന്ന് പറയാൻ 2 ജഡ്ജിമാരിരിക്കുന്ന ബെഞ്ച് സർക്കുലർ എടുത്ത് റദ്ദ് ചെയ്ത് കളഞ്ഞു. അത് ഇതിവിടെ നടക്കുകയല്ല, SC ST അങ്ങനെ തരംതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ കേസുമായിട്ട് പഞ്ചാബ് ആൻഡ് ഹരിയാന കോടതി സുപ്രീം കോടതി അപ്പീലിന് പോയി. അത് 2007 തീരുമാനമായി. എന്ത് തീരുമാനമായി? കേസ് ഞങ്ങൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന അതേ സമയം 2006 ഈ റദ്ദ് ചെയ്ത സർക്കുലറിലെ അതേ സാധനങ്ങൾ വെച്ചുകൊണ്ട് പഞ്ചാബ് പുതിയ നിയമം ഉണ്ടാക്കി. ആ നിയമം വീണ്ടും പഞ്ചാബ് ആൻഡ് ഹരിയാന റദ്ദ് ചെയ്തു. അതിന്റെ മേളിൽ വന്ന അപ്പീലാണിത്. ഇതാണ് അതിന്റെ കഥ. ശരി, അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾ ഇനി ചോദ്യം ചോദിച്ചാൽ വിഷയമാവും. അതുകൊണ്ട് ബാക്കിയുള്ള സംസാരിക്കട്ടെ, ബാക്കി കാര്യങ്ങള് ഞാൻ സാറിന് നാളെ. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ആരെങ്കിലും? മണിയപ്പ സാറേ റെഡിയാണോ? മണിയപ്പ സാർ റെഡിയാണോ? പറയൂ. സാറ് പറഞ്ഞ ക്ലാസ് എടുത്തതിനനുസരിച്ച് കേട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന ആശാവഹമായ അഭിപ്രായമാണ് കേട്ടത്. ശരിയാണോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഞ്ചംഗ ബോർഡ് ഈ വിധി വന്നു, 7 അംഗ ബോർഡിലേക്ക് വിട്ടിരിക്കുകയാണ്. ഈ 7 അംഗ ബോർഡിലെ ബോർഡല്ല ബെഞ്ച്, 5 അംഗ ബെഞ്ച് 7 അംഗ ബെഞ്ചിലേക്ക് പോകുമ്പോൾ അവിടെ ഈ 341 341-ന്റെ 2 ഒക്കെയുള്ള അതുപോലെ 14, 15, 16 ചേർത്തുകൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീല് വേണ്ടേ? വേണം. അതിനൊരു വാദം നടത്തണ്ടേ? വേണം. അതല്ലാതെ കൊണ്ട് നിയമം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റവർ പറഞ്ഞാൽ ഏതാണ്ട് എക്സ്പാർട്ട് വിധിയായി പോവില്ലേ? അതെ, വീട്ടിലെ പശു പുല്ല് തിന്നത്തില്ലല്ലോ, എടുത്ത് ഉപയോഗിച്ചിട്ടേ കാര്യമുള്ളൂ. എനിക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം മൊത്തത്തിൽ സജ്ജമാകേണ്ടതും സജ്ജമാക്കേണ്ടതുമുണ്ട് എന്ന ഒരു കടുത്ത ചിന്തയാണുള്ളത്. ഏതായാലും ഞാൻ ദേവി നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സർ. നടേശ സാറേ, KC രമേശ് സംസാരിക്കുന്നു. മൈക്കോണൊക്കെ വെച്ചേക്കുന്നതിനാ? ഈ ഒരു 50% കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ പഞ്ചാബ് ഹരിയാന സ്റ്റേറ്റിന്റെ മാത്രമായിട്ടാണ് അവര്, അതോ ഓൾ ഇന്ത്യ ലെവലിലാണ് അപ്പൊ അവർക്ക് പോവുക? അല്ല, ഇപ്പം നിയമം വന്നേക്കുന്നത് പഞ്ചാബ് സ്റ്റേറ്റിനകത്തുള്ളതാണ്. പക്ഷെ ഇത് സുപ്രീം കോടതി കേസ് കേട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ നാളെ സംസ്ഥാന ഗവൺമെന്റുകൾ നിയമം ഉണ്ടാക്കും. അതാ കുഴപ്പം. അല്ല, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ സംസ്ഥാനത്ത് ആ ഒരു വിഭാഗം ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഇത് പോവുള്ളൂ? അങ്ങനൊന്നുമില്ല. സംസ്ഥാന ഗവൺമെന്റ് നമുക്കൊരു പണി തരണമെന്ന് വിചാരിച്ചാൽ നാളെ നിയമം ഉണ്ടാക്കി വെച്ചൂടെ? അവര് റിപ്പോർട്ട് കൊടുക്കുന്നു, നമ്മൾ റിപ്പോർട്ടൊന്നും എടുക്കുന്നില്ലല്ലോ. നമ്മുടെ ഈ റിപ്പോർട്ട് വല്ല ഇരിപ്പുണ്ടോ? ഓക്കെ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് 200 സംഘടനകളുണ്ട്. ഈ സംഘടനാ നേതാക്കൾ ആരെങ്കിലും സാറുമായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിപാടി ആസൂത്രണം ചെയ്യുന്നതും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സാറിന്റെ ക്ലാസ് തുടരണമെന്നാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല, എവിടെങ്കിലും എന്തെങ്കിലും നടക്കുന്നതായിട്ട് സാറിന് അറിയാൻ കഴിയുമെന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞത്, ഞാൻ കൂടുതലും കോടതിയുടെ കാര്യങ്ങളിലേ ശ്രദ്ധിക്കാറുള്ളൂ. ഓക്കെ. അല്ല, സംഘടനാ നേതാക്കന്മാർക്ക് പങ്കെടുക്കാറില്ല. അത് താല്പര്യമില്ല എനിക്കിപ്പോ. പങ്കെടുത്തതാണ്, ഇപ്പൊ താല്പര്യമില്ല. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവനവന്റെ സംഘടനയാണ് വലുത് എന്നൊരു മനോഭാവം വെച്ച് നടക്കുന്നവരാണ് ഒട്ടുമിക്ക സംഘടനാ നേതാക്കന്മാരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഐക്യപ്പെടലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞത്. ഈ ആൻസർ എനിക്ക് വീണ്ടും പറയാൻ വയ്യാന്നിട്ടാ.
ഓക്കെ ഓക്കെ ശരി, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സാറേ. രമേശൻ, ആൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് ഓർഗനൈസേഷൻസ് ഈ വിഷയം ഗൗരവമായി. സാറേ, രണ്ടാമത് ആരും മൈക്ക് ഓണാക്കല്ലേ. നിങ്ങൾക്ക് ഒരു സമയം സംസാരിക്കാൻ അവസരം തരുമ്പോൾ എഴുതി വെച്ചിട്ട് എല്ലാം പറയുക. രമേശ, ഇനി മൈക്ക് ഓണാക്കരുത് കേട്ടോ. അങ്ങനെ ചോദ്യവും ആൻസറും ഇവിടെ പറയാൻ നിൽക്കുവാണെങ്കിൽ ഇവിടെ ഇന്ന് തീരുകയല്ല. നമുക്ക് എല്ലാവർക്കും പോയി കിടന്ന് ഉറങ്ങണ്ടേ. 9:40 ബാബു സംസാരിക്കുന്നു. ബാബു, സന്ദീപ്, പയസ്, ബാലചന്ദ്രൻ, ആഷിഖല്ലേ, പിന്നെ രാജൻ മാഷ്, രാമചന്ദ്രൻ, ദിലീഷ്, ഇവരിൽ ആരാണ്? നടേശൻ സാറ് മൈക്ക് ഓണാക്കി. നടേശൻ സാർ സംസാരിക്കട്ടെ. നടേശൻ സാർ സംസാരിക്കട്ടെ. വെയിറ്റ് ബാക്കിയുള്ളവർ. ജനാർദ്ദൻ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഫോർ അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പറയണം. രാമചന്ദ്ര റാവ് റിപ്പോർട്ട്, ജസ്റ്റിസ് ഉഷാ മേത്ത കമ്മിറ്റി റിപ്പോർട്ട്, ലോക്കോ കമ്മിറ്റി റിപ്പോർട്ട്, ഈ 4 കമ്മീഷനുകളുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണല്ലോ സുപ്രീം കോടതിയില് ഇന്നും അതിന്റെ വാദം നടക്കുന്നുണ്ടോ? ഇന്നിപ്പോ അതിന്റെ വാദം നടക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ മറ്റു കേസുകൾ തീരുമാനിച്ചത്. അതെല്ലാം ഈ അതാത് സംസ്ഥാനങ്ങളിൽ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? പിന്നെ വിളിക്കാം. പറയൂ. അതെല്ലാം തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളില് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതല്ലേ? അതെ. അത് ആക്ച്വലി ഇപ്പൊ നമ്മൾ പറയുന്ന ഈ വാദഗതികൾക്ക് അത് എതിരാണ് അല്ലേ? അതെ. നമുക്ക് അതിപ്പോ ഗോപി സാറ് പറഞ്ഞാണ് അതിന്റെ കാര്യം. ഏതെങ്കിലും റിപ്പോർട്ട് വരുവാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. ഇതൊന്നും പഠിക്കുകയോ ഇത് ചർച്ച ചെയ്യുമോ ആരും ചെയ്യല. നമ്മളിപ്പോ ഈ ടീം ഇപ്പൊ 16 പേരുണ്ട്, അല്ല 14 പേരുണ്ട്. 2 എണ്ണം ഞാനാ. ഈ 12 അംഗ ടീം ചർച്ചയ്ക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ആരെടുക്കുമായിരുന്നു ഇപ്പം? അതാരുമില്ല. അതുപോലെ തന്നെ എല്ലാ റിപ്പോർട്ടിന്റെ അവസ്ഥ. അതെ, പഠിക്കണം. പഠനം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമുക്കിത് മുന്നോട്ട് പോവാം. യെസ്, ആയിക്കോട്ടെ. നിർത്തുകയാണോ ചർച്ച? ഓക്കെ. അപ്പോ നടേശ സാറ് ഫ്രണ്ട് റോയിലെ എല്ലാവരും കഴിഞ്ഞു. സന്ദീപേട്ടാ സംസാരിക്കും. ഗോപി സാറെ ഓണാക്കല്ലേ. എല്ലാവരും ഒരു റൗണ്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. സന്ദീപേട്ടൻ സംസാരിക്കും. ബാബു, പയസ്, ബാലചന്ദ്രൻ, ആഷിഖ് ആവേക്കോ അങ്ങനെ പറഞ്ഞൊരാൾ കയറിയിട്ടുണ്ട്. അയാൾ മൈക്ക് ഓണാക്കാറില്ല, സംസാരിക്കാറുമില്ല. ആരും സംസാരിക്കുന്നില്ലെങ്കിൽ പറഞ്ഞോ, നമുക്ക് നിർത്താം. രാജൻ മാഷ്, രാമചന്ദ്രൻ TK, ദിലീഷ് SA, ആരെങ്കിലും മൈക്ക് ഓണാക്കൂ ചർച്ചയ്ക്ക്. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, ഓരോ ഹൈക്കോടതിക്കും അതിൻ്റെതായ ഒരു പരിധി ഉണ്ടാവുമല്ലോ. മാത്രമല്ല സ്റ്റേറ്റുകളാണെങ്കിൽ അവിടെ SC/ST ലിസ്റ്റ് ഉണ്ടാവും. ഓരോ സ്റ്റേറ്റിലും SC/ST ഉള്ള വിഭാഗങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് സുപ്രീം കോടതി നടപ്പിലാക്കാൻ തന്നെ അത് എങ്ങനെയാ മറ്റ് കേരളത്തിനെ പോലെ ഹൈക്കോടതി നിലവിലുള്ള സ്ഥലങ്ങളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് വരുന്നത്? മാത്രമല്ല അതാത് സ്റ്റേറ്റിനല്ലേ ഇതിന്റെ ശരിക്ക് അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ അവകാശികളായിട്ട് എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ പറഞ്ഞാൽ വാൽമീകി എന്നുള്ള വിഭാഗങ്ങളില്ല. മാത്രമല്ല നമുക്ക് കേരള പരിധിക്ക് തന്നെ ഒരു കോടതി ഉണ്ടല്ലോ. ഈ പരിധി കടന്നിട്ട് അതായത് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിക്കുള്ളിൽ കടന്നു കയറിക്കൊണ്ടാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അനുവാദം കൊടുക്കുന്നതെങ്കിൽ ഇവർ തമ്മിലൊരു എന്താ പറയാ കോൺഫ്ലിക്റ്റ് വാദം വരില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് രാജമാഷ് ഭരണഘടന അത്രത്തോളം മനസ്സിലാക്കാത്തതുകൊണ്ട് ചോദ്യമാണത്. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ അത് കോർട്ട് ഓഫ് റെക്കോർഡ് എന്നാണ് പറയുക. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികൾക്കും ബാധകമാണ്. ആ ഹൈക്കോടതിയും ആ സംസ്ഥാനവും അത് നടപ്പാക്കിയേ പറ്റൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കേരള ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം നടത്തിയാൽ നമ്മളെ ബാധിക്കും.
സുപ്രീം കോടതിയും കോർട്ട് ഓഫ് റെക്കോർഡാണ്, ഹൈക്കോടതിയും കോർട്ട് ഓഫ് റെക്കോർഡാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. KSU വേഴ്സസ് സോജൻ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു കേസുണ്ടായിരുന്നു. KSUവിൽ പ്രവർത്തിച്ച ഒരാൾക്ക് ഇത് അറ്റൻഡൻസ് ഇല്ല, സോജൻ ഫ്രാൻസിസിന് അറ്റൻഡൻസ് ഇല്ല. അപ്പോൾ അറ്റൻഡൻസ് പ്രിൻസിപ്പൾ കൊടുത്തില്ല. അവർ കേരള ഹൈക്കോടതി വന്നു. കേരള ഹൈക്കോടതി വന്നപ്പോഴത്തേന് പറഞ്ഞ് അറ്റൻഡൻസ് തീരുമാനിക്കുന്ന പ്രിൻസിപ്പളാണ്, കോടതിയല്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് തള്ളി. അപ്പോൾ കേരളത്തിലുള്ളവരെ മാത്രമേ ബാധിച്ചുള്ളൂ. ഇവർ നേരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി അത് തന്നെ പറഞ്ഞ് അറ്റൻഡൻസ് തീരുമാനിക്കുന്ന ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും ആ കോടതിയല്ലെന്ന് പറഞ്ഞ്. അതോടുകൂടി ഇന്ത്യയിൽ മൊത്തം ആ വിഷയം നടപ്പാക്കി കഴിഞ്ഞു. പണി കിട്ടി. രണ്ടാമത് വേറൊരു കേസും കൂടെ പറഞ്ഞുതരാം. സ്കൂളുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി ഒരു വിധി ഉണ്ടായിരുന്നു. ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ സുപ്രീം കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയുടെ വിധി ശരിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു സ്കൂളുകളിലും രാഷ്ട്രീയം പാടില്ലാതായി ഇപ്പോൾ. അപ്പം നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല, സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഹൈക്കോടതികൾക്കും ബാധകമാണ്. ഭരണഘടനയെ നമ്മൾ അങ്ങനെയും കൂടി മനസ്സിലാക്കണം, സുപ്രീം കോടതിയെ. ഓക്കെ, അടുത്തയാള് രാമേന്ദ്ര സാർ സംസാരിക്കുന്നോ? സാറേ, കുറെ നേരം വൈകിയോണ്ട് സംശയങ്ങൾ ഉണ്ട്. എങ്കിലും ഞാൻ എന്താ പറയാ, ഭരണഘടന അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ ഈ വിധി വരുന്നത്. അപ്പൊ ഓരോ ജഡ്ജിമാരെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുമ്പോഴേ അത് ഈ വിധിയിലും അത് ബാധിക്കുമല്ലോ. ഇപ്പൊ സാറ് ഒരു ജഡ്ജി ആവുകയാണെങ്കിൽ സാറിന്റെ അഭിപ്രായം ആവൂല നമ്മളിതേ സമാന വിഭാഗത്തിൽപ്പെട്ട അപ്പൊ കാഴ്ചപ്പാട് വ്യത്യസ്തമാകുമ്പോ ഈ നീതി വ്യത്യസ്തമായി വരില്ലേ? അങ്ങനെ ഒരു സംശയം എനിക്ക് തോന്നി. പിന്നെ ഈ നീതി നടപ്പാക്കാൻ യഥാസമയം പിന്നെ വൈകുകയാണെന്നുണ്ടെങ്കിൽ ഒരു നീതി നിഷ്ഠിതമായിട്ടാണ് ഇത് വരികയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ശരിക്കും അർഹതപ്പെട്ടവർക്ക് നീതി കിട്ടാതെ വരുമ്പോ അതൊരു നിഷേധമായിട്ട് തന്നെ അവിടെ കിടക്കുന്നില്ലേ? നമ്മളിപ്പോ ഈ ഹരിയാന മറ്റേ കേസിന്റെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നി. എന്താ വെച്ചാല് ഈ അർഹതപ്പെട്ടവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി പല നടപടികളും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ രാഷ്ട്രപതിക്ക് ഈ ഇന്ത്യൻ നിയമത്തിൽ പല കാര്യങ്ങളും പാർലമെന്റിന് മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റുള്ള അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പട്ടികാധികാരനായ ഒരു രാഷ്ട്രപതി ഇരിക്കുമ്പോൾ പട്ടികാധികാര അധികാരം അല്ലെങ്കിൽ അവകാശം ഹനിക്കുക എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമല്ലേ? ഒരു നാമമാത്ര രീതിയിൽ അങ്ങനെ ആണെങ്കിലും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റിന് ഈ വിഷയങ്ങൾ വെച്ചിട്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് എത്രമാത്രം പ്രയോജനപ്രദമാണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് സാറേ. അങ്ങനെ അത് പറ്റില്ലേ പാർലമെന്റ്? അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്നുള്ളത് സുപ്രീം കോടതിയും അതുപോലത്തെ അതിന് തക്കതായ പിന്നെ ഒരു ശക്തി എന്നുള്ള രീതിയിൽ പാർലമെന്റിനും അവകാശം ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ മീതെ അല്ലേ ഇപ്പൊ ഈ രാഷ്ട്രപതി സാറേ? അങ്ങനെ വരികയാണെങ്കിൽ രാഷ്ട്രപതിക്കും സ്വാഭാവികമായിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ പവർ ഇല്ലേ? അങ്ങനെ നമ്മൾ ധരിച്ചു. അതാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലും നമുക്ക് ഈ ദേഹാർജി പോലെ തന്നെ കാര്യങ്ങള് അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് ഗുണം കിട്ടുന്നതാണ് ഒരു ചോദ്യം. കോടതിയിൽ വിവിധ ബെഞ്ചുകൾ വരുമ്പോൾ വിവിധ അഭിപ്രായങ്ങൾ വരാൻ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രപതി ഒരു അഭിപ്രായം മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. 5 അംഗ ബെഞ്ചാണെങ്കിലും ശരി, 7 അംഗ ബെഞ്ചാണെങ്കിലും ശരി. ഇപ്പൊ നമ്മൾ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ 2 ജഡ്ജിമാർ യോജിക്കും, ബാക്കി 5 ജഡ്ജിമാർ വിയോജിക്കുന്ന വിഷയങ്ങളുണ്ട്. അപ്പൊ എങ്കിലും ഈ 5 ജഡ്ജിമാരെ പിന്നെ ഇത് മാത്രം കാഴ്ചപ്പാട് മാത്രമേ ശരിയാണെന്ന് സമർത്ഥിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ രാഷ്ട്രപതി ഒറ്റ ഒരാൾ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് ശരിയായ ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അതിന് സുപ്രീം കോടതി പോലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ഏറ്റവും നല്ലൊരു തീരുമാനം എന്നുള്ള രീതിയിൽ നീക്കുന്നുള്ളതിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പട്ടികജാതിക്കാരന്റെ പേരിൽ രാഷ്ട്രപതിയായി അദ്ദേഹം ഏതു പാർട്ടിക്കാരനായിക്കോട്ടെ, നമ്മൾ അതിൽ രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. പട്ടികജാതിക്കാരൻ എന്ന പദവിയിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു പിന്നെ സ്ഥാനത്തിരിക്കുമ്പോ അദ്ദേഹം നിയമജ്ഞനായതുകൊണ്ട് വക്കീലാണെന്ന് എന്റെ ധാരണ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനും നിയമപരമായിട്ട് ഭയങ്കര കാഴ്ചപ്പാട്. സാറ് ഓരോ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്ന പോലെ അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനാണ് എങ്കിൽ ഈ സാറിന്റെ പോലെ ഒരു പോസിറ്റീവ് ചിന്താഗതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? അങ്ങനെ ഞാൻ ധരിച്ചു. പിന്നെ ഈ സാമ്പത്തിക സമരത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ സത്യത്തില് സാമ്പത്തിക സമരത്തെ ഞാൻ ഒരു പരിധിവരെ ഞാൻ അനുകൂലിക്കുന്നു. എന്താ കാരണം വെച്ചാല് ഈ ഒരു 8 ലക്ഷം 10 ലക്ഷം ഒക്കെ വാർഷിക വരുമാനമുള്ള ഒരു പട്ടികജാതിക്കാരൻ ഒരിക്കലും സഹോദര വിഭാഗത്തെ ഒരു അനിയനായിട്ട് സഹോദരനായിട്ട് കാണുന്നില്ല. വെച്ചാൽ അവര് സാമ്പത്തികമായിട്ട് മറ്റുള്ള മുതലാളിമാരുമായുള്ള കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. നമുക്ക് ഇല്ലാതെ പറയാൻ പറ്റില്ല.
എന്തിനു വേറെ പറയുന്നു, ഒരു വർഷത്തിൽ ഒരു 3 ലക്ഷം പോലും വരുമാനമില്ലാത്ത ആളുകൾ പോലും പട്ടികക്കാരോട് ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഞാൻ സാറ് അത് മനസ്സിലാക്കാൻ വേണ്ടി കൂടി പറയുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ പട്ടികക്കാർക്കും പട്ടികക്കാരോട് നല്ലൊരു സഹോദര മനസ്സിതില്ല. എന്റെ കാര്യം സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ കാര്യം, ഞാൻ, എന്റെ കുടുംബം, എന്റെ പ്രസ്ഥാനം, അങ്ങനത്തെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം, അത് അദ്ദേഹം ഏത് സ്ഥാനത്തിരിക്കുകയാണെങ്കിലും, ഇപ്പൊ സാറ് ഉറക്കൊഴിച്ച് ഈ പട്ടികക്കാരുടെ കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്ന പോലെ തന്നെ ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും ഈ സമൂഹത്തിനോട്, പട്ടിക വിഭാഗത്തിനോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് നിർവഹിക്കാൻ കഴിയുന്നില്ലാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും IAS മക്കളാണെങ്കിലും IPS മക്കളാണെങ്കിലും അവർ സമൂഹത്തിൽ ഒരു ഒരു ഗുണം ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്. സത്യമാണോ ശരിയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. സാറ് കാഴ്ചപ്പാടിൽ സാറിന് ശ്രദ്ധിക്കണം. ഇവരൊന്നും സമൂഹത്തിനൊന്നും ചെയ്യുന്നില്ല. അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഇതാണ്. പിന്നെ അവരെ തസ്തികയിലും മാത്രിരിക്കുന്നുള്ളൂ. പക്ഷെ പബ്ലിക്സിന് വേണ്ടി, താഴെ തട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ സാമ്പത്തിക സമരത്തിന് ഈ താഴേക്കടിയിലെ, അത് ഞാനൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയാണ്, ഈ ട്രൈബൽ ഫാമിലിന്റെ കാര്യത്തിൽ പോലെ ഞാൻ ചിന്തിക്കുകയാണ്. വെച്ചാൽ അങ്ങനെ വരുമ്പോ ഇവര് കരുതും ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത സാധനം മറ്റുള്ളവർ മുഖേന കിട്ടില്ല എന്നുള്ള ചിന്ത വരില്ലേ സ്വാഭാവികമായിട്ടും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ ഉയർന്ന വിഭാഗക്കാര്, ഈ താഴ്ന്ന വിഭാഗക്കാർക്ക് കാര്യങ്ങൾ ഇപ്പൊ സാറ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സാമൂഹികമായ ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അത് നിർവഹിക്കുന്നില്ലാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കാൻ കാരണം. പിന്നെ നമ്മളെ രാജൻ സാറിനെ പോലുള്ള കുറച്ച് ആളുകളുണ്ട് നമ്മള് തൃശ്ശൂർ ജില്ലയിലെ. അതേപോലെ തന്നെ കുറച്ച് ആളുകൾ ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആളുകൾ താഴെ തട്ടിലേക്കുള്ള ഒരു അനുഭാവം, നിലപാട് സ്വീകരിക്കുന്ന, അതേപോലെ സ്വീകരിക്കണമെങ്കിൽ ഓക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ രാഷ്ട്രപതിക്ക് മാത്രമേ ഇതിൽ നമ്മളെ ഒരു സഹായിക്കുന്ന നിലപാടെടുക്കാൻ പറ്റുള്ളൂ. ജഡ്ജിമാർ കൂടുമ്പോൾ കാഴ്ചപ്പാടുകളും വിധികളൊക്കെ വ്യത്യസ്തമാവും. അപ്പൊ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും. പക്ഷെ എങ്കിലും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ വിധി നൽകാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് ഗുണകരമാവുന്ന സാറ് പറഞ്ഞ പോലെ തന്നെ, സാറ് ചിന്തിക്കുന്ന പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. നല്ല കാര്യം ആവട്ടെ, നമുക്ക് അനുകൂലമായ രീതി വരട്ടെ. ഇപ്പൊ നിലവിൽ ഏത് ആളുകളാണോ ഈ അർഹതപ്പെട്ട രീതിയിൽ എത്തിപ്പെടുന്നത്, ഈ സംവരണം എന്ന് പറയുമ്പോൾ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന സാധനമല്ല. നമ്മൾ ഏതെങ്കിലും പരീക്ഷക്കോ ജോലിന്റെ കാര്യത്തിനോ അഡ്മിഷനോ എന്തിനു വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു വസ്തുവാണത്, ഈ SC ST സംവരണം എന്നുള്ള കാര്യം. അല്ലാതെ വെറുതെ കിട്ടുന്നല്ല. നമ്മൾ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പരിഗണനക്ക് പാത്രമാകുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് അത്. അപ്പൊ അതിൽ തന്നെ 2-3 തരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ടതും ഭരണഘടനയ്ക്ക് വിരുദ്ധമായെന്നുള്ളതാണ് സാറ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ നല്ല വശങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ ഈ ജഡ്ജിമാരെ നമുക്ക് 100% വിശ്വാസമല്ല. ഒരു കേസ് സ്റ്റേയില് വർഷങ്ങളോളം തുടരുന്ന പോലെ തന്നെ ആണ് ഇതിൽ 2 കാഴ്ചപ്പാടുണ്ടെന്ന് മനസ്സിലാണ്. അപ്പൊ അത് എത്രമാത്രം നീതി കിട്ടുന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ വേണം. പക്ഷെ നീതി കിട്ടണം, 1 മിനിറ്റ് പോലും വൈകാത്ത രീതിയിൽ നീതി കിട്ടണം എന്നാണ് എന്റെ അഭിപ്രായം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് സാറ് ഈ ചർച്ചയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകണം. നമ്മൾ ആളുകൾക്ക് അക്കാര്യത്തിൽ ബോധ്യം വരുമാണെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ സാർ, എല്ലാവർക്കും നന്ദി സാർ. താങ്ക് യു. സന്ദീപ് കുട്ടൻ ഓണാക്കൂ. ഓണാവുന്നില്ല. ശരി, ഇനി ആരാണ് ഓണാക്കുന്നത്? മുമ്പേ ഓണാക്കി സംസാരിച്ചവർ വീണ്ടും സബ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതും സംസാരിക്കേണ്ടതുമില്ല. ഓണാക്കൂ. ആരാണോ സംസാരിക്കാത്തവർ അവർക്ക് ഓണാക്കാം. ബാബു ചേട്ടാ പറ, കേക്കട്ടെ. ബാബു. നമസ്കാരം. ആരാണ് ഇതിന് പ്രയത്നിക്കുന്നത്? കുറച്ചുള്ളവരാരും എന്നില്ല. അത് തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. ബാബുവിന്റെ ശബ്ദം ഇങ്ങ് എത്തുന്നില്ല കേട്ടോ, അവിടെ റേഞ്ചിന്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നില്ല സാറേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ശരിക്കും നിൽക്കും. ശരി. പിന്നെ ഞാൻ കഴിഞ്ഞൊരു ക്രിമിനൽ കാര്യം കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെല്ലാം കൂടി സവർണന്റെ ചിന്താഗതിയിലോട് പറഞ്ഞാണെന്നാണ് പറഞ്ഞത്. എല്ലാ കാലവും സവർണന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല സാറേ. സവർണന്റെ മുന്നിലൂടെ പോയാലേ നമുക്കും ഇതാവുള്ളൂ, ഉയർച്ചയിലെത്താൻ പറ്റുള്ളൂ. എല്ലാ കാലവും സവർണന്റെ പിന്നാലെ
കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞോ? ഓക്കെ, ആയിക്കോട്ടെ. സന്ദീപ് കുട്ടൻ ഓണാക്കുന്നോ? സന്ദീപ് കുട്ടൻ ഓണാവുന്നില്ല. പയസ് രാമപുരം ഓണാക്കുന്നോ? ദിലീഷ് സംസാരിക്കുന്നോ? അഭിഷേക് സംസാരിക്കുന്നോ? അഭിഷേക്. ഇനി 6 മിനിറ്റും കൂടിയുണ്ട്. ആരെങ്കിലും ഓണാക്കിയാൽ സംസാരിക്കാം, അല്ലെങ്കിൽ നിർത്താം. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ സാറേ. വീഡിയോ ഓണാക്കിക്കോളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് 6 മിനിറ്റ് ഉണ്ട്, ആരും ഓണാക്കുന്നില്ല. സാറ് പറ, 5 മിനിറ്റ് ഉണ്ട്, പറഞ്ഞോളൂ. അതിനകത്ത് നമ്മൾ ഈ ജഡ്ജ്മെന്റ് ഒരു കോപ്പി ഇട്ടെങ്കിൽ എനിക്കൊന്ന് ഞാൻ കിട്ടിയിട്ടില്ല, ഞാൻ തപ്പെടുക്കാം. അത് വേറെ വിഷയം. ഉണ്ടെങ്കിൽ എനിക്ക് അയക്കാൻ പറ്റുമെങ്കിൽ ഇമെയിൽ അയച്ചിട്ട് നന്നായിരുന്നു. അയച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇനി വേണമെങ്കിൽ അയക്കാം, കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് നമ്മൾ വന്നിട്ട് ഈ ജഡ്ജ്മെന്റില് പേഴ്സണൽ വാട്സപ്പിൽ അയക്കണം കേട്ടോ. ശരി. ഈ ജഡ്ജ്മെന്റില് ഈ പിന്നെ മുഴുവൻ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യണമെന്നാണോ 50% ഒഴിവാക്കിയിട്ട് ചെയ്യണമെന്നാണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബ് സംസ്ഥാനം വാത്മീകിക്കും മൊഴവായി സിക്കിനും കൊടുത്തിരിക്കുന്ന പട്ടികജാതിക്കാരിലെ 50% റിസർവേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ഈ കോടതിക്ക് അധികാരമില്ല, 7 അംഗ ബെഞ്ചിലേക്ക് വിടുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടെ കണ്ടത്. ഞാൻ അത് 2-3 കാര്യങ്ങൾ അഡീഷണൽ പറയാൻ നേരത്തെ അനിൽകുമാർ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടാണ് വാൽമീകി സമുദായം വീണ്ടും ഇത് വരുന്ന അവരത്ര മോശം സമുദായമാണോ എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, നേരത്തെ ഓഫീസുകളുടെ പിന്നെ ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ടിന് പറയാൻ കാരണം, ഇതുപോലത്തെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഓഫീസുക്കളെ തന്നെ ഒരു വാൽമീകി സമുദായം എന്നുള്ളതാണ്. പുള്ളിയുടെ സമുദായത്തിൽ വളരെ മോശം സ്ഥിതിയാണെന്ന് പുള്ളി തന്നെ ആ കോടതിയിൽ സമർത്ഥിച്ചു. പുള്ളി IAS കാരനാണ്, സമർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇതുപോലത്തെ ഒരു റെക്കോർഡഡ് ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് എന്ന് പറയാം, പുള്ളി മിടുക്കനായിട്ടുള്ള ഒരു പട്ടികജാതിക പ്രവർത്തനം പുള്ളിയുടെ സമുദായത്തിന് വേണ്ടി. അതുകൊണ്ട് ഇഷ്ടം പോലെ അവിടുന്ന് പുള്ളിയുടെ വിഷയങ്ങൾ ഇഷ്ടം പോലെ വരാറുണ്ട്. അതുകൊണ്ട് വന്നാണ് ഈ കേസ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഈ വാൽമീകി സമുദായത്തിന് കൊടുക്കണമെന്ന് പുള്ളി വീണ്ടും പറഞ്ഞുകൊണ്ടായിരിക്കും ഒന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മറ്റു സാർ പറഞ്ഞു, അമേന്ദ്ര സാർ ആയിരുന്നു പറഞ്ഞത്. പുള്ളി പറയുന്നത് ഈ മൂന്ന് കമ്മിറ്റികളുടെ റിപ്പോർട്ട് വന്നു. പല റിപ്പോർട്ടുകളും വരുന്ന അത് നടപ്പാക്കണമെന്നില്ല. ചിലപ്പോൾ സർക്കാരിന്റെ കമ്മിറ്റി വെക്കും, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവർ മേടിച്ച് ചിലപ്പോൾ വേണ്ടതാണ് അവർക്ക് വേണമെങ്കിൽ അവർ ഉപയോഗിക്കും, വേണ്ടത് ചേർത്തുള്ളി കളയും, വേണ്ടി വെക്കുള്ളൂ. അപ്പൊ കമ്മിറ്റിയിൽ വന്ന സാധനം അല്ലെങ്കിൽ കമ്മീഷനിൽ വന്ന ഒരു റിപ്പോർട്ട് പിന്നീട് ഇതുപോലത്തെ കേസുകളിൽ അവർ യൂസ് ചെയ്യും. പക്ഷെ അത് ആരും ചലഞ്ച് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ എതിരായിട്ട് വരിക. കാരണം ഇപ്പൊ ഈ കേസിൽ വന്നിരിക്കണ്ട, അത് ഇപ്പൊ ഇതിനകത്ത് നല്ല ഇതുപോലെ എതിരായിട്ട് വന്ന ശരിയാണ് നമ്മളാരും കോട്ട് ചെയ്യുന്നില്ല. അനുകൂലമായിട്ട് കാര്യങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ കേസിൽ ഗുണകരമായിട്ടുള്ളൂ. ഇത് നമുക്കെതിരെ വന്ന കേസുകളായിട്ടാണ് ഈ പറയുന്ന ആളുകൾ അത് കോട്ട് ചെയ്യുന്നത്. അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിന്റെ വിഷയം എന്താണെന്നറിയാമോ? ഇത് മഹാനായ ഡോക്ടർ അംബേദ്കറെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു നേതാവ് ആഴവും പരപ്പുമുള്ള വായനയിലൂടെ കാലത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം നേതാവ്. പക്ഷെ നമ്മൾ ആഴവും പരപ്പുമുള്ള വായന പോയിട്ട് പരപ്പിലുള്ള വായന പോലും നമുക്ക് കാണുകയില്ല. കാലത്തിന്റെ ഈ 2020 എന്തുപയോഗിച്ച് മുന്നേറാമെന്നും നമുക്കറിയത്തില്ല. പിന്നെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനകത്തന്നെ വേറെ വിഷയമുണ്ട് സാർ. ഇതുപോലത്തെ കേസുകൾ പഞ്ചായത്തുകാർക്ക് എഗൻസ്റ്റ് വരുന്ന പല കേസുകളിലും കേരളത്തിൽ നിന്ന് ആരും അതിനകത്ത് കണ്ടസ്റ്റ് ചെയ്യാറില്ല. പട്ടികജാതി ആളുകളാണ് അതിനുവേണ്ടി മിക്കവാറും കേസുകളിൽ കക്ഷി ചേർന്ന് അതിന് പൈസ മുടക്കി ചെയ്യുന്ന ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ കൂട്ടിലായിട്ട് ചില കേസുകളിൽ ഇടപെടുന്നുണ്ടെന്നുള്ള കാര്യം ശരിയാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സമുദായത്തിന്റെ വിഷയം ഓഫീസുകളായിട്ട് വന്ന നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് എതിർക്കേണ്ടി വന്നു. അപ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ ഓവറോൾ പട്ടികജാതിക്കാർക്ക് വരുന്ന പല വിഷയങ്ങളും നമ്മൾ മിണ്ടാതിരിക്കും. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പട്ടികജാതി സമൂഹങ്ങൾ സമുദായങ്ങൾ പലപ്പോഴും മിണ്ടാറില്ല. ഒരൊറ്റ എക്സാമ്പിളായ കാര്യത്തിൽ പറയാം, എയ്ഡഡ് മേഖലയിലെ സംവരണമായിട്ട് ബന്ധപ്പെട്ട് വിഷയം വന്നപ്പോൾ ഇതുവരെ ഇതിനോടനുബന്ധിച്ച് ഒരൊറ്റ ആൾ വന്നില്ല. 1-2 സംഘടനകൾ മാത്രമേ അതിനോട് അനുഭാഗമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഒരു 20,000 പേർക്ക് ഉടൻ തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ട സ്ഥിതി വരും.
എയ്ഡഡ് മേഖലയിലെ പിന്നെ ജോലികളിൽ മുഴുവൻ സംവരണം നടപ്പാക്കണമെന്ന് വന്നാൽ 20,000 വേക്കൻസീസ് നമുക്ക് ഇയർമാർക്ക് ചെയ്യേണ്ടി വരും ഈ മേഖലയിലുള്ള മലയാളിമാർക്ക്. അതിനെ എതിർക്കാനായിട്ട് നമ്മൾ ആരും പോകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ ബാധിക്കുന്നുണ്ടോന്ന് പോലും അവർ അന്വേഷിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ സാധനമായിട്ടുള്ള പ്രശ്നം. ശരി, ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ മണി 10 ആകുന്നു. 1 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാർ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഇതിന് പഠിക്കാനുള്ള ഇതിന്റെ മലയാളത്തിലുള്ള പകർപ്പൊന്ന് കിട്ടാൻ സാധ്യത ഉണ്ടോ? മലയാളത്തിലെ പകർപ്പ് നിങ്ങൾ മൊഴിമാറ്റം ചെയ്ത് എടുക്കേണ്ടി വരും. മലയാളത്തിലെ പകർപ്പ് സുപ്രീം കോടതി ജഡ്ജിമെന്റ് ആരുണ്ടാക്കും? അല്ല സാറേ, ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള വല്ല മാറ്റർ വല്ലതുണ്ടോന്ന് അറിയാൻ പറ്റാ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ വിഷയം ഞാൻ ചെയ്യത്തുമില്ല. കാരണം 78 പേജ് മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്യണമെങ്കിൽ എത്ര ദിവസം ഇരിക്കണം? ആര് തരും? ഞാൻ ഇത്രയും ദിവസം ഇരിക്കുമ്പോൾ എനിക്ക് ഭക്ഷണത്തിന്റെ പൈസ എങ്കിലും ആരെങ്കിലും തരുമോ? അത് പൊതുവെ പുറമെ കൊടുത്ത് ചെയ്യുന്ന ആളാണ്.